ഓക്കെ. എന്റെ ഐപോഡിന് എന്തോ പ്രശ്നം സംഭവിച്ചതാണ്. ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഫിനാൻഷ്യൽ മാറ്ററാണ്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സോ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അവര് മനഃശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് വളരെ വിശദമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എങ്കിലാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടെത്തുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെ കഴിയുക. സോ എനിക്ക് എൻ്റെ PPT ഒന്ന് പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ഷബീബ് ഒന്ന് ഹോസ്റ്റ് ചെയ്യോ എന്തെങ്കിലും ഒന്ന് ചെയ്യും. നാസർ സാർ ഹോസ്റ്റാണ്. ഹോസ്റ്റാ? അല്ല, ഞാൻ ഹോസ്റ്റ് അല്ല. ഇപ്പൊ ഒരു മിനിറ്റ്. ഷബീബാണ് ഹോസ്റ്റ് ആയിട്ടിരിക്കുന്നത്. നാസർ ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാവും. യെസ്. യെസ്. ഓക്കെ. അതെ, എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാവോ? കാണാം. സോ നമ്മുടെ ടോപ്പിക് ഇതാണ്, ഫാമിലി ബഡ്ജറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി. നമ്മൾ രണ്ട് രീതിയിലൂടെ ഇതിനെ നോക്കിക്കാണാണ്. ഇതൊരു സൈക്കോളജി പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടി ആയതുകൊണ്ട് ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ തലം അതെങ്ങനെയാണ് സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുകൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സൊസൈറ്റി ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്ന് പറയുന്നതിന് ഒന്ന് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവുക എന്നുള്ളത് ആവശ്യമാണ്. രണ്ടാമത്തേത് മെന്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും ആവശ്യമാണ്. മൂന്നാമത്തേത് സാമൂഹികമായ ആരോഗ്യം, സോഷ്യൽ വെൽബീയിങ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും ആവശ്യമാണ്. അപ്പം ഇതിനകത്ത് സാമ്പത്തികം എന്ന് പറയുന്ന വിഷയം ഈ മൂന്ന് കാര്യങ്ങളെയും ഒരേപോലെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായ ഘടകമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോ ഇവിടെ അതിന്റെ സൈക്കോളജിക്കൽ ഇഫക്റ്റുകൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഫസ്റ്റ് കുറച്ച് സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഒന്ന് അതിന്റെ സ്ട്രെസ്സും ആങ്സൈറ്റിയുമാണ്. നോക്കൂ, ഇതിനകത്ത് എല്ലാവർക്കും ഇടപെടാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും, അൺമ്യൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കേണ്ടതുണ്ടാവും. അതൊന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ.
എങ്ങനെയായിരിക്കും സാമ്പത്തിക വിഷയങ്ങൾ സ്ട്രെസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തികമായ അപര്യാപ്തത കൊണ്ട് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ബിൽസ് പേ ചെയ്യുക, ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യുക, വാട്ടർ ബില്ല് പേ ചെയ്യുക, ഫോൺ ബില്ല് പേ ചെയ്യുക, ഇതിനൊന്നും ഇങ്ങനെ കഴിയാതെ വരുന്നു. എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സമയത്ത് നിറവേറ്റാൻ കഴിയാതെ വരിക. ഫാമിലിയുടെ നീഡ്സ് എന്താണോ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ അത് നമുക്ക് വല്ലാത്ത സ്ട്രെസ് നൽകുകയും, ഇങ്ങനെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ട്രെസ് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് നയിക്കും ചെയ്യും എന്നുള്ളതാണ് നമ്മളതിന്റെ സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്ട് എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. സ്ട്രെസ്സും ആങ്സൈറ്റിയും വരാൻ സാധ്യതയുള്ള മറ്റ് സന്ദർഭങ്ങൾ എന്തൊക്കെയായിരിക്കാം ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇതിലിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യൂ നിങ്ങളുടെ ഐഡിയകൾ. ഡെപ്സ് ഉണ്ടാവുക, കടങ്ങൾ ഉണ്ടാവുക. കടങ്ങൾ ഉണ്ടാവുക. ആ കടങ്ങൾ നമ്മൾക്ക് സമയത്ത് തീർക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടാവാം. ഓക്കെ, വേറെ? സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവുക, ഫിനാൻഷ്യലായിട്ട്. കേട്ടില്ല. സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവുക. സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കുക. അത് നമുക്ക് എന്നിട്ട് സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം. ഗുഡ്. വേറെ? ഇതെല്ലാം മാനസികമായ സമ്മർദ്ദങ്ങൾ തരുന്നു. സമ്മർദ്ദങ്ങൾ തന്ന് അത് നിരന്തരം ഒരാളുടെ പരിഹരിക്കാൻ പറ്റാത്ത വിധം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് ലഭിക്കുമ്പോൾ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രെസ് ലെവല് അത് അതൊക്കെ ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് കൊണ്ടുപോകും. പലപ്പോഴും മെഡിസിനൊക്കെ എടുക്കേണ്ട അവസ്ഥ പോലും വരുന്ന ആളുകളെ നമുക്ക് കാണാനും സാധിക്കാറുണ്ട്. ഇതേപോലെ സാമ്പത്തിക വിഷയങ്ങൾ ബാധിക്കുന്ന മറ്റൊന്നാണ് അത് ഡിപ്രഷനിലേക്ക് നയിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും അത് ഡിപ്രഷനിലേക്ക് നയിക്കുന്നത്? മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഒരുപാട് കടം വാങ്ങിയിട്ട് തിരിച്ചു സമയത്ത് കൊടുക്കാൻ പറ്റാതെ പിന്നെ അവരെ ഫേസ് ചെയ്യാതെ, അങ്ങനെ പലരെയും ഫേസ് ചെയ്യാതെ അങ്ങനെയാവും. അതും അവരെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഒരു വല്ലാത്ത സ്ട്രെസ് തന്നെ ആയിരിക്കും. അതും ഒരു ഉത്കണ്ഠ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എങ്ങനെ അത് അവസാനം ഒരു ഡിപ്രഷനിലേക്ക് പോകും, വിഷാദത്തിലേക്ക് എങ്ങനെ പോകും? ഇവിടെ പറയുന്നതിൽ തെറ്റും ശരിയൊന്നുമില്ല കേട്ടോ. എന്നെ ഒന്നിനെയും കൊള്ളാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള ആ ഒരു ഗിൽറ്റി ഫീലിംഗ് വരും. ഒരു സൊല്യൂഷൻ ഇല്ലാണ്ടാവുമ്പോ. ഹഫ്സ സംസാരിച്ചു, ഷഹീദ സംസാരിച്ചു. അതാണ് നമ്മള് പറഞ്ഞ വാക്കുകളൊക്കെ പാലിക്കാൻ കഴിയാതെ വരുന്നു. ആരുടെ മുമ്പിലേക്കും ചെന്ന് നിൽക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ രൂപപ്പെടുന്നു. അങ്ങനെ വരുമ്പോ സ്വന്തം ഡിഗ്നിറ്റി തന്നെ നഷ്ടപ്പെട്ടിട്ട് ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന തോന്നലുണ്ടാകുന്ന സമയത്ത് പതിയെ 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 അത് ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. സോ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാകുന്നതിനും അതേപോലെ ഡിപ്രഷൻ ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമായി തീരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിപ്രഷൻ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും. വളരെ ലോ മൂഡായിരിക്കും, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സാമ്പത്തികമായി പ്രശ്നമുള്ള ആൾക്ക് പിന്നെ സാമ്പത്തികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ കൂടുതൽ വൃത്തിയായിട്ട് വർക്ക് ചെയ്യായിരിക്കും ചെയ്യേണ്ടി വരും. പക്ഷെ അതിനൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, ഞാൻ ഒന്നിനും പോരാത്തവനാണ് അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന തോന്നൽ അവരിൽ ഉണ്ടാവുകയും അത് വലിയ ഡിപ്രഷനിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നതും കാണാൻ സാധിക്കും. ദെൻ ഡിക്രീസ്ഡ് സെൽഫ് എസ്റ്റീം ആണ്. എന്താണ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സെൽഫ് എസ്റ്റീം സ്വന്തത്തെ കുറിച്ചുള്ള ബോധം, സ്വന്തത്തെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആരാണ് സംസാരിച്ചത്? നഫ്സീൻ. ഓക്കെ, ഇതാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സോ സെൽഫ് എസ്റ്റീം നേരത്തെ പറഞ്ഞ ഡിപ്രഷനിലേക്ക് തന്നെ നയിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുക. അത്
വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഡിപ്രഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ തന്നെ ഇങ്ങനെ പിൻവലിഞ്ഞു നിൽക്കാനുള്ള തോന്നലുകളായിരിക്കും എപ്പോഴും ഉണ്ടാവുക. സോ സെൽഫ് എസ്റ്റീം ഇല്ലാതാക്കുക എന്ന് പറയുന്ന പ്രശ്നവും ഇതുണ്ടാക്കുന്നു. ദെൻ ഇമ്പാക്ട് ഓൺ ഐഡന്റിറ്റി. നമുക്ക് നമ്മളുടെ തന്നെ വ്യക്തിത്വം എന്ന് പറയുന്ന നമ്മളുടെ തന്നെ ഒരു ഐഡന്റിറ്റിയെ, സമൂഹത്തിൽ നമുക്കുള്ള ഐഡന്റിറ്റിയെ അത് ബാധിക്കുന്നു. അപ്പൊ നിരന്തരം വാക്ക് പാലിക്കാൻ കഴിയാത്ത ഒരാളായിട്ട് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. വാക്ക് പാലിക്കാൻ കഴിയുന്നില്ല, എന്തായിരിക്കും ഉണ്ടാകുന്നേ? നമ്മളെ ആരും പരിഗണിക്കില്ല, ഒരു കാര്യത്തിലും ഒന്നിനും പരിഗണിക്കില്ല. നമ്മുടെ വർത്തമാനങ്ങൾ കേൾക്കാനേ താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ജോബൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ നടക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എന്നിട്ട് എന്തിനും ഏതിനും സമൂഹം നമുക്ക് പിന്തുണ തരേണ്ടി വരുന്ന ഒരവസ്ഥ, ഒന്നും ഒരു വിഷയത്തിലേക്കും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. സമൂഹം എന്ത് ചെയ്യും? നമ്മുടെ അഭിപ്രായത്തെ ഒന്നും മാനിക്കില്ല, മാറ്റി നിർത്തും. സമ്പത്ത് ഒരു സുപ്രധാനമായ ഘടകമാണ് ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ. അത് വളരെ ഒരുപാട് ഉണ്ടാകണമെന്നുള്ളതല്ല, പക്ഷെ നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിറവേറ്റി പോകുന്നതിന് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. അതിനില്ലാത്ത വിധമാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഐഡന്റിറ്റിയെ ബാധിക്കുന്നിടത്തേക്ക് തന്നെ അത് പോകും. അങ്ങനെ പോകുമ്പോൾ ഫൈനലി അതൊരു ഇമോഷണൽ ഡിസ്ട്രസിന് കാരണമാവും. ഇമോഷണൽ ഡിസ്ട്രസ് ഉണ്ടാകുമ്പോഴെന്തായിരിക്കും വരിക? ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും, ഇമോഷൻ സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും ഷഹീദ? ആത്മഹത്യയിലേക്ക് നയിക്കും. ഉൾവലിഞ്ഞു നിൽക്കും എല്ലാത്തിനും. ദേഷ്യമായിരിക്കും. മൊത്തം ലൈഫിനെ ബാധിക്കും. മൊത്തം ലൈഫിനെ ബാധിക്കും. ഓക്കെ ഓക്കെ. ആവശ്യമില്ലാതെ ദേഷ്യപ്പെടും. ആവശ്യമില്ലാത്ത ദേഷ്യം ഉണ്ടാകും. ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ദേഷ്യം പിടിച്ച് പോകാൻ തുടങ്ങും, അല്ലെ? മൊത്തത്തില് ഒരു എന്താണ് ഇയാൾ ഇങ്ങനെ എന്ന ആളുകൾ ചോദിക്കുന്നിടത്തേക്ക് പതിയെ പതിയെ അത് കൊണ്ടുപോകും. ദെൻ ഫാമിലി കോൺഫ്ലിക്ട് ആൻഡ് സ്ട്രെയിൻ റിലേഷൻഷിപ്സ്. ഫാമിലി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുക, പരസ്പരമുള്ള ബന്ധം വളരെ വീക്കായിട്ട് മാറുക. നിങ്ങൾ ചില എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. അത് നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. നിങ്ങളുടെ ഇടയിൽ മീൻസ് സമൂഹത്തിലുണ്ടാകും. അത് നിങ്ങൾ ധാരാളമായിട്ട് കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് സർ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരാറുണ്ട് ധാരാളമായിട്ട്. പിന്നെ ഗാർഹിക പീഡനങ്ങൾ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. ഗാർഹിക പീഡനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? സമ്പത്തിനോടുള്ള അതിയായ മോഹം, ആഗ്രഹം, ആർത്തി. ചിലപ്പോ അതിയായ ആർത്തി ആയിരിക്കും, ചില സമയത്ത് ചിലപ്പോൾ വേണ്ടത്ര കയ്യിലില്ലാത്തത് കൊണ്ടും ആയിരിക്കാം. വേറൊരു വഴിക്കുന്ന കിട്ടുമോ എന്ന് നോക്കാനുള്ള പണികളൊക്കെ ചെയ്തേക്കാം. സ്ത്രീധനം ആരോ അതിന്റെ ഇടയിൽ സൂചിപ്പിച്ചല്ലോ. ആരാണ് സ്ത്രീധനത്തെ കുറിച്ച് പറഞ്ഞേ? സ്ത്രീധനം ഒരു വിഷയമാണ്, അല്ലെ? കാശ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വിവാഹ സമയത്ത് കുറച്ച് സംഘടിപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇനി വിവാഹം കഴിഞ്ഞാൽ തന്നെയും പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ത് കാണാറുണ്ട്? കിട്ടിയത് പോരാ, കുറച്ചുകൂടെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലെ ഗാർഹിക പീഡനങ്ങൾ, അതിനെ തുടർന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അതിനെ തുടർന്നിട്ടുള്ള ആത്മഹത്യകൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്. വീട്ടുകാരെല്ലാം പല ആവശ്യങ്ങളും, പൊതുവെ വീട്ടിലെ ആവശ്യമുള്ള വിവിധ കാര്യങ്ങൾ ഉണ്ടാകും. ഭക്ഷണം പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സാമൂഹികമായി കുടുംബപരമായി ഒക്കെ നിറവേറ്റേണ്ട വിവിധങ്ങളായ വിഷയങ്ങൾ ഉണ്ടാകും. ചെറിയ ചെറിയ കാശ് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. അത് ഇല്ലാതെ വരുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ ഇമോഷണൽ ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാകുകയും അത് പിന്നെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നിടത്തും പെരുമാറുന്നിടത്തും ഒക്കെ അത് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നിടത്തേക്കും പോകും.
സാമ്പത്തികമായി തളർന്നിരിക്കുക എന്ന് വിചാരിക്കാം. രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോഴാണ് കുടുംബ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുന്നത്. സാമ്പത്തികമായി തന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവിടത്തേക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. അവർ നമ്മളെടുത്തുനിന്ന് പ്രതീക്ഷിക്കും. പക്ഷെ നമ്മുടെ കയ്യിലില്ല. അപ്പോഴെന്തായിരിക്കും വീട്ടിലുണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉണ്ടാക്കുന്ന പ്രശ്നം എന്തായിരിക്കും? ചിലപ്പോൾ വൈഫ് ചോദിക്കുന്നതായിരിക്കാം, എന്താ നമ്മൾ കൊടുക്കുക? അപ്പോഴേ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നാൻ തുടങ്ങും, ഇനിയിപ്പോ ഇതിനൊരു മറുപടി എന്താ പറയേണ്ടത്. പിന്നെ അവസാനം പറയും, നോക്കട്ടെ, എന്തെങ്കിലും ഒരു 1000, 500, 1000 കൊടുക്കാം. അപ്പൊ വൈഫിന് തോന്നുന്നതായിരിക്കും അത് 500, 1000 വളരെ കുറവാണ്, അത് പോരാ. അപ്പൊ അതാണോ കൊടുക്കുന്നത്, അത് കൊടുത്താൽ മതിയോ എന്ന് അപ്പം അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രതികരണം എങ്ങനെയായിരിക്കും? പിന്നെ ആരെങ്കിലും ഗസ് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കാവും, പിന്നെ കല്യാണത്തിന് പോകണ്ടെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കാവും, പിന്നെ കല്യാണത്തിലേക്കും പോകേണ്ടതില്ല എന്നുള്ളിടത്തേക്ക് എത്തും. അല്ലെ? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന അറിയും. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന പറയും. കറക്റ്റ് കറക്റ്റ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും കടം വാങ്ങിക്കും. സക്കീന കടം പിടിക്കും. കൊണ്ടുവച്ചിട്ടുണ്ടാന്നൊക്കെ ചോദിക്കും കൊടുക്കാനേ. അതെ, മറ്റവർ ഇത്രയും കൊടുക്കുമ്പോ നമ്മൾ ഇത്രയും കൊടുത്താൽ മോശക്കാരായി പോവും എന്നും പറഞ്ഞായിരിക്കും ഭാര്യ ഇത് പറയുന്നത്. അത് അവസാനം അടിയിലാവും, അടിയാവും, കറക്റ്റ്. വഴക്കാവും. ഇനി ഇത് കുട്ടികളിലേക്കും വരാം. കുട്ടികൾ ചിലപ്പോ അവരുടെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട മറ്റു കുട്ടികൾ ചെയ്യുന്നതൊക്കെ കണ്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വീട്ടിൽ വന്ന് ചോദിക്കും. വീട്ടിലെ അവസ്ഥകളെ സംബന്ധിച്ച് ഒരു പക്ഷെ അവർക്ക് വൃത്തിയായിട്ട് അറിഞ്ഞോളണമെന്നുണ്ടാവില്ല. ചോദിക്കുന്നതാണെങ്കിലോ അനാവശ്യമായ ഒരു കാര്യത്തിനാവില്ല, വളരെ ന്യായമെന്ന് തോന്നിക്കാവുന്ന ഒരു കാര്യത്തിന് തന്നെ ആയിരിക്കും. പക്ഷെ രക്ഷിതാക്കൾക്ക് അതും കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോഴെന്തായിരിക്കും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും? കുട്ടികൾക്ക് ദേഷ്യം വരും. ഇപ്പൊ ഒരു ടൂറിന് പോകാഞ്ഞിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? അത് അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവാം. അതെ അതെ. പിന്നെ അവര് വേറെ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും കൂട്ടുകാരുടെ കൂടെ, പിയർ ഗ്രൂപ്പില്. കറക്റ്റ്. ഹഫ്സ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നു. അവർ മറ്റു വിധത്തില് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അതൊരു വലിയ സോഷ്യൽ നോയിസൻസ് ആയിട്ട് മാറാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും. സോ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും തരുന്നു. ഗിൽട്ട് ആൻഡ് ഷെയിം എന്ന് പറയുന്നത്, നേരത്തെ ആരോ അത് സൂചിപ്പിച്ചിരുന്നു. ഗിൽട്ട് ആൻഡ് ഷെയിം എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇങ്ങനെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള അപകർഷതാബോധം, ഒന്നിലും മുന്നോട്ട് വരാനുള്ള മടി, അവസാനം അത് പതിയെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുകയും എന്നിട്ട് അത് അയാളുടെ ശരിക്കും വേണ്ടതായ പല ഫീലിങ്സുകളും ഉണ്ടാവില്ല, അതിനെ പോലും പോയിട്ട് പ്രശ്നങ്ങളാക്കുകയും ഒക്കെ ചെയ്യുന്നിടത്തേക്ക് പോകും. ഒരു ഫെയിലിയർ പേഴ്സൺ ആണ് എന്നുള്ള തോന്നലിലേക്ക് ഗിൽറ്റും ഷെയിമൊക്കെ പോവുകയും ഫൈനലി ഇതും ഡിപ്രഷനിലേക്ക് അയാളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ദെൻ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും എന്നുള്ളതാണ്. ഉത്തരവാദിത്തമുള്ള ആളുകൾ പലയിടങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുടുംബത്തിലായിരിക്കാം, ചിലപ്പോൾ സാമൂഹ്യ മേഖലകളിലായിരിക്കാം, ചിലപ്പോൾ ബിസിനസ് രംഗത്തായിരിക്കാം. പിന്നെ പല സ്ഥലങ്ങളിലും ആളുകൾ തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യങ്ങളുണ്ടാവും. ഈ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് നിൽക്കുന്ന ഒരാള് സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, അത് അയാൾക്ക് വലിയ സ്ട്രെസ്സും വലിയ ഇമോഷണൽ ഇംബാലൻസിങ്ങും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയും പ്രതികൂലമായിട്ട് ബാധിക്കും. എങ്ങനെയൊക്കെ വരാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അയാളും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ പല മാർഗവും സ്വീകരിക്കാം. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തിന്മയെ കുറിച്ച് സൂചിപ്പിക്കും. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. ഈ ഡ്രഗ്സും അതുമൊക്കെ വിൽക്കാനോ അല്ലെങ്കിൽ വേണേ കൊലപാതകം വരെ ചെയ്തിട്ട് പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വരെ ചെയ്യാൻ തയ്യാറാകും. ഓൺലൈൻ ബിസിനസ്, ഓൺലൈൻ ചൂതാട്ടം പോലെയുള്ള വിഷയങ്ങളിലേക്ക്. ഓക്കെ, പലിശ
പലിശക്ക് കടം കൊടുക്കുക. പലിശക്ക് കൊടുത്തിട്ട് ഉള്ളതെങ്ങനെങ്കിലും പലിശക്ക് കൊടുത്ത് വല്ലതും ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള നോട്ടും. ഓക്കെ, സബീത പറഞ്ഞിരിക്കുന്നു. ദെൻ കയ്യിലില്ലാന്ന് പറയാതിരിക്കാനും വയ്യ. അങ്ങനെ ഒരു അവസ്ഥയിലാവുമ്പോ എവിടെന്നെങ്കിലും കാശ് ഉണ്ടാക്കാൻ നോക്കും. എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ നോക്കും. മോഷണം കുട്ടികളിൽ അമിതമായിട്ട് കണ്ടുവരുന്നതാണ് മോഷണം. ബൈക്ക് മോഷ്ടിക്കുക, മാല പിടിച്ചു പറിക്കുക. ആ, നിമിഷ, ഫാബിദ എല്ലാം എല്ലാവരും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സോഷ്യൽ നോയിസൻസ് ആയിട്ട് മാറുക. സക്കീന, എന്താ സക്കീന പറഞ്ഞത്? ചിലപ്പോ ഇരിക്കുന്ന വീട് പോലും ഒരു പണയത്തിലാക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് പോകും. ആധാരൊക്കെ ഇങ്ങനെ. കറക്റ്റ്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവൂലേ ഇങ്ങനെ ചിന്തിക്കാതെ? പിന്നെ ഇത്തരം എല്ലാരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യേണ്ടതില്ല, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ ഈ കൂട്ടത്തില്? വലിയ ധാർമ്മിക ബോധമുള്ള ആളുകൾ ഉണ്ടായിരിക്കും, നോ ഡൗട്ട്. എല്ലാരും പിന്നെ അവരങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടില്ല, നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലേ ചെയ്യണ്ടോ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഇതേ ഡിസിഷനുള്ള ആളുകളുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഹസീന ചില വ്യത്യാസം വരും. വലിയ ധാർമ്മിക ബോധമുണ്ട് എന്നുണ്ടെങ്കിൽ മറികടക്കാൻ കഴിയും. പക്ഷെ നമ്മളെപ്പോഴും ഒരു പൊതുജനത്തെ കണ്ടുകൊണ്ട് ഉള്ള വിഷയങ്ങളിൽ കൂടെ സംസാരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനെ സംബന്ധിച്ച് കുഴപ്പമില്ല, അത് അവർ കൈകാര്യം ചെയ്ത് വെക്കുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻസ് എങ്ങനെ കാണാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഹുസ്ന എന്താ പറഞ്ഞത്? സ്വഭാവങ്ങളിൽ വ്യത്യാസം വരും. സ്വഭാവങ്ങളിൽ വ്യത്യാസം വരും. നമ്മുടെ നാട്ടില് പിന്നെ കൈക്കൂലി പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഒരു ഘട്ടത്തിൽ അവർക്ക് പിന്നെ പണം ആവശ്യമില്ലാത്ത സമയത്തായിരിക്കും മേടിക്കുന്നത്. പക്ഷെ അത് തുടങ്ങിയിരിക്കുന്നിടത്ത് വെച്ചിട്ട് അവരുടെ പല സാമ്പത്തികമായ പ്രശ്നങ്ങളും ആയിരിക്കാം ഉണ്ടായിരിക്കുക. പലപ്പോഴും കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരെ വരെ സ്വാധീനിക്കുന്നിടത്തേക്ക് എന്താണ് ഉപയോഗിക്കാറുള്ളത്? പണമാണ് ഉപയോഗിക്കുക. പണമാണ് ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സോറൻ ജയിലിലേക്ക് പോയപ്പോ മറ്റൊരു സോറൻ അവിടെ മുഖ്യമന്ത്രി ആവുന്നുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ദിവസം വരുള്ളൂ. അപ്പൊ ഇപ്പോൾ തന്നെ 10-35 MLA-മാരെ ആ സ്റ്റേറ്റിൽ നിന്ന് മാറ്റി വേറെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. എന്തായിരിക്കും ആ സ്റ്റേറ്റിൽ നിർത്തിയാലുള്ള പ്രശ്നം? പൈസ കൊടുത്തവരെ കയ്യിലാക്കാൻ നോക്കും മറ്റുള്ള. അവർക്കുള്ള എതിർ പാർട്ടിക്കാര് പണം കൊടുത്ത് സ്വാധീനിച്ച് വോട്ട് തങ്ങൾക്കാക്കി മാറ്റിയാലോ എന്നാലോചിക്കും. സോ ഒരാളെടുക്കുന്ന തീരുമാനത്തെ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി പല വിധത്തിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ദെൻ സോഷ്യൽ ഐസൊലേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഷെയിം ഉണ്ടാവുകയും മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ആളുകൾ കൂടുന്നിടത്തേക്ക് പോകാൻ കഴിയാതെ ഒക്കെ വരുന്ന സമയത്ത് പതിയെ അയാൾ ഒരു സോഷ്യൽ വിഡ്രോവൽ അങ്ങ് കാണിക്കാൻ തുടങ്ങും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, കുളിക്കില്ല, ഡ്രസ്സ് മാറില്ല, പതിയെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചു പോകുന്നത് പോലെയുള്ള ഒന്നിലേക്ക് പോകും. അതും ഫൈനലി എത്തിച്ചേരുന്നത് വലിയ മാനസികമായ രോഗാവസ്ഥയിലായിരിക്കും. ദെൻ ഫിസിക്കൽ ഹെൽത്ത് ഇമ്പാക്റ്റ് ആണ്. മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും എങ്ങോട്ട് കൊണ്ടുപോകും? ശരീരത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാക്കുണ്ടല്ലോ, സൈക്കോസൊമാറ്റിക്. എന്താണത്? മാനസിക പ്രശ്നങ്ങൾ ശാരീരിക രോഗങ്ങളായിട്ട് മാറ്റപ്പെടും. തലവേദന, മാനസികമായി അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളെ ശരീരം രോഗമായി പുറത്ത് കാണിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇവിടെ തന്നെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. അവിടുത്തെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്നു, വിട്ടുമാറാത്ത വിധം തലവേദന ഉണ്ടാകുന്നു, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് രൂപപ്പെടുന്നു. ഇങ്ങനെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ സിംറ്റംസ് കാണാൻ തുടങ്ങും. അപ്പം സാധാരണഗതിയിലുള്ള ചികിത്സകൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്നതായിരിക്കില്ല, പകരം ഇത് സ്ട്രെസ് റിലേറ്റഡ് ആണ്. സ്ട്രെസ് മറികടക്കാനുള്ള വഴികൾ എന്താന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രമായിരിക്കും ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആത്മഹത്യയിലേക്ക് പോകും, നോ ഡൗട്ട്. ദെൻ ഇമ്പാക്ട് ഓൺ പാരന്റിങ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് വരിക എന്ന് പറയുന്നത് പലപ്പോഴും
കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കാൻ കഴിയാതെ വരും, നല്ല വിദ്യാഭ്യാസം കൊടുക്കാതെ കഴിയാതെ വരിക. നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ കൂടെയുള്ള കുട്ടികളൊക്കെ ടൂറിന് പോകുന്ന സമയത്ത് ആ കുട്ടിക്കും കൂടെ പോകാൻ കഴിയുന്നില്ല. വീട്ടിൽ നിന്ന് കാശ് കിട്ടാത്തത് കൊണ്ടായിരിക്കും, വീട്ടുകാരുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ കൊണ്ട് വരാം. നല്ല ഒരു ലെവൽ വരെ നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ എല്ലാം ഫ്രീ ആണ്, വലിയ സാമ്പത്തിക ചെലവില്ലാതെ നമുക്ക് പഠിക്കാൻ സൗകര്യങ്ങളുണ്ട്. പക്ഷേ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് പിന്നെ വിദ്യാഭ്യാസം പതിയെ 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 ഒരു എക്സ്പെൻസീവായ കാര്യമായിട്ട് പതുക്കെ പോവാൻ തുടങ്ങും. ഷാഹിദ് സ്ക്രീനിൽ നിങ്ങൾ എന്തോ വരയ്ക്കുന്നുണ്ട് കേട്ടോ, അത് അറിയാതെ സംഭവിക്കുന്നതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കും. സോ ഇവിടെയൊക്കെ പാരന്റ്സ് കുട്ടികളുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത, എൻ്റെ വീട്ടിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സ്ട്രെസ്സിലേക്ക് പോവുകയും ഫാമിലി മൊത്തത്തിൽ തന്നെ ഒരു ഓവർ സ്ട്രെസ്സിലേക്കും ഒരു ഡിപ്രഷനിലേക്കും പോകുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. ദെൻ കുട്ടികളുടെ ഇടയിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളാണ്. കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പാരന്റ്സിന് സപ്പോർട്ട് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അത് അവരുടെ എഡ്യൂക്കേഷനെ, അത് അവരുടെ ഹെൽത്തിനെ, അത് അവരുടെ ഓവറോൾ വെൽബീയിങ്ങിനെ, അത് അവരുടെ എഡ്യൂക്കേഷനെ, അത് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ, ഇങ്ങനെ മൊത്തത്തിൽ അത് ബാധിക്കുകയും കുട്ടികൾ വല്ലാതെ ഇമോഷണൽ ബേർഡൻ അനുഭവിക്കുന്ന കുട്ടികളായിട്ട് മാറുകയും ചെയ്യും. സോ പലപ്പോഴും പിന്നീട് അവർ എഡ്യൂക്കേഷനിൽ പുറകിലാവും, പിന്നെ കൗൺസിലിംഗ് സെന്ററിലേക്കൊക്കെ വരുന്നതിന് കാരണമാവും. പ്രത്യക്ഷത്തിൽ ലക്ഷണങ്ങൾ പലപ്പോഴും ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ തോന്നാം, പക്ഷേ കാരണങ്ങൾ പലതും ഫിനാൻഷ്യൽ സ്ട്രഗിളുമായി ഫാമിലി അനുഭവിക്കുന്ന ഇഷ്യൂസ് ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, ഞാൻ ഒന്ന് ഓടിച്ചു പറഞ്ഞതാണ്, നമ്മുടെ മുമ്പിൽ സമയമില്ല എന്നുള്ളത് കൊണ്ട്. ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അത് മനസ്സിനെ ബാധിക്കുന്നതും മാനസിക രോഗങ്ങൾ വരെ ആയി മാറാൻ സാധ്യതയുമുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ഉണ്ടായിത്തീരും. അതുകൊണ്ടാണ് നമുക്ക് കുടുംബ ബജറ്റ്, എത്രയാണോ നമ്മുടെ കയ്യിൽ വരുമാനമുള്ളത് ആ ഉള്ള വരുമാനം കൃത്യതയോടുകൂടി ഉപയോഗിച്ചിട്ട് അത് നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത വിധം, നമ്മുടെ അത്യാവശ്യങ്ങൾ ചെയ്തു പോകുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്ന വിധം, നമ്മളൊരു സെൽഫ് സഫിഷ്യന്റ് ആയ ആളുകളായി മാറുന്ന വിധം ഉപയോഗപ്പെടുത്താൻ എത്രയാണോ വരുമാനമുള്ളത് അതുകൊണ്ട് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചു തുടങ്ങണം. വരുമാനം വർദ്ധിപ്പിക്കാം, അതിനുള്ള വഴികൾ ആലോചിക്കാം നല്ല ധാർമ്മികമായ രൂപത്തിൽ. അതേസമയം വഴികളൊന്നും ഇല്ലാത്തൊരാളും ഉള്ള വരുമാനം എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യാതെ പോകാൻ സാധിക്കും. സോ ഇപ്പം ഇവിടെ ചില സമയത്ത് സാമ്പത്തികമായ പ്രതിസന്ധികൾ നമ്മൾ ആലോചിക്കാതെ കടന്നു വരും. അത് പാൻഡമിക് സമയത്ത് വന്ന ഒരു വിഷയമാണ്. GDP ഗ്രോത്തിലുണ്ടായ ചേഞ്ചാണ്. ഒരു ഏപ്രിൽ ടു ജൂൺ 2019 ഏപ്രിൽ ടു ജൂൺ 2020 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2020 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളും 2019 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു 3 മാസക്കാലത്തെ ആ ഒരു ക്വാർട്ടറിൽ GDP-യിൽ എന്തുമാത്രം വ്യതിയാനമുണ്ടായി എന്നുള്ളത് കാണിക്കുകയാണ്. അവിടെ ഇന്ത്യ 23% മൈനസിലേക്ക് വന്നു, 24% മൈനസിലേക്ക് വന്നു. UK 22% അടുത്ത് വന്നിട്ടുണ്ട്. ഫ്രാൻസ് 19% വന്നു. ഇറ്റലി 17.7, കാനഡ 13, ജർമ്മനി 11.3, ജപ്പാൻ 10 തന്നെ പറയാം, USA 9%, എല്ലാം മൈനസായി. ചൈന മാത്രമാണ് ഈ പ്രധാനപ്പെട്ട കൺട്രികളിൽ ആ സമയത്തും പ്ലസ് കാണിച്ച ഒരേ ഒരു രാജ്യം. അപ്പൊ ഈ ഒരു രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതും എന്നെയും നിങ്ങളെയും ഒക്കെ ഓരോ വ്യക്തിയിലേക്കും അത് പതിയെ 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 പ്രശ്നങ്ങളായിട്ട് കടന്നു വരും. അത് പിന്നീട് പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കൊക്കെ പോകാം. അങ്ങനെ വരുമ്പോൾ അത് റെസിഷനിലേക്ക് പോവുക എന്നുള്ളതാണ് സംഭവിക്കാം. 1951-52 വലിയ റെസിഷൻ ഉണ്ടായിരുന്നു, 79-80 റെസിഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ റെസിഷൻ ഉണ്ടായിരുന്നു. ഈ റെസിഷൻ തന്നെ 1921 മുതൽ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകുമെന്നുള്ള സൂചന ആ സമയത്ത് വരികയും ഉണ്ടായി.
ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു ഫാക്റ്റ് ആയിരിക്കണം. ഈച്ച് ഇയർ 15 million children die of hunger related causes. This means that every day throughout the world 40,000 children die. 40,000 കുട്ടികൾ ഒരു ദിവസം പ്രതിദിനം മരിക്കുന്നു. എന്തുകൊണ്ട് മരിക്കുന്നു എന്നാ പറയുന്നത്? പട്ടിണി കൊണ്ടും പട്ടിണി സംബന്ധമായ റിലേറ്റഡ് ആയ കാരണങ്ങൾ കൊണ്ടും. പട്ടിണി കൊണ്ടും പട്ടിണി കാരണങ്ങളായ പട്ടിണി സംബന്ധമായ കാരണങ്ങൾ കൊണ്ടും 40,000 കുട്ടികൾ കേട്ടോ, മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ അവിടെ വേറെ ഉണ്ടാവും. 40,000 കുട്ടികൾ പ്രതിദിനം ലോകത്ത് മരണമടയുന്നു. അപ്പോ രണ്ട് കാര്യം സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നാം പണം വേസ്റ്റ് ആക്കരുത്, ഭക്ഷണവും വേസ്റ്റ് ആക്കരുത്. പണം ദൂർത്തടിക്കരുത്, ഭക്ഷണവും വേസ്റ്റ് ആക്കരുത്. കാരണം ലോകത്ത് അത് ലഭിക്കാതെ പ്രതിദിനം 40,000-ഓളം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയവരുടെ കണക്കുകൂടെ എടുത്താൽ അസംഖ്യ വീണ്ടും വലുതായിരിക്കും. രണ്ടാമത്തെ വിഷയം സൂചിപ്പിക്കാനുള്ളത്, ഇതുപോലുള്ള പ്രതിസന്ധി നമ്മളിലേക്ക് കടന്നു വരില്ല എന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ എത്ര ബാങ്ക് ബാലൻസ് ഉള്ളവരാണ് എന്ന് കണ്ടാൽ പോലും ഇതൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധയും അത് തടഞ്ഞു നിർത്താനുള്ള പണികളുമൊക്കെ ഓരോ വ്യക്തിയുടെയും, ഓരോ ഇൻഡിവിജ്വലിന്റെയും, ഒരു പൗരന്റെയും കയ്യിലുണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഈ ടോപ്പിക് ചർച്ച ചെയ്യുന്നതിന്റെ മറ്റൊരു സുപ്രധാനമായ തലം. സോ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണം. അത്തരം പ്രശ്നങ്ങളിലൂടെ വരുന്ന സാമൂഹിക പ്രശ്നങ്ങളും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ഇല്ലാതെയാകേണ്ടതുണ്ട്. അത് തരുന്ന ശാരീരികമായ രോഗാവസ്ഥകൾ, സൈക്കോസൊമാറ്റിക് ആയിട്ട് വരുന്ന രോഗാവസ്ഥകളെ ഇല്ലാതാക്കേണ്ടതുണ്ട്. അത് തരുന്ന സോഷ്യൽ ഇഷ്യൂസ്, പട്ടിണി പോലെ ഉള്ള, ദാരിദ്ര്യം പോലെയുള്ള പ്രശ്നങ്ങൾ അതില്ലാതിരിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഓരോ വ്യക്തിക്കും, കുറേ ആളുകൾ ചേരുന്നതാണല്ലോ ഒരു സമൂഹം എന്ന് പറയുന്നത്. ആ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും അതിനകത്ത് കൃത്യമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വരുമാനങ്ങൾ ഏതൊക്കെ തലങ്ങളിലേക്ക് പോകുമെന്നാണ് ഞാൻ ചിലതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ തന്നിരിക്കുകയാണ്. ബാക്കി നിങ്ങൾ ചേർത്ത് വെച്ചാൽ മതി. വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും, വീട് നിർമ്മിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരും, കുടുംബത്തെ സഹായിക്കാൻ ചെലവഴിക്കേണ്ടി വരും, ആവശ്യത്തിന് വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടതുണ്ടാകും, ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പഠനം പോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, യാത്രകൾക്ക് വേണ്ടിയിട്ടൊക്കെ പണം ചെലവഴിക്കേണ്ടതുണ്ടാവും. ഞാൻ ഒരു 6-7 നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്നു. കുറച്ചുകൂടെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കൂ. എന്തിനെല്ലാം നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ഒത്തിരി പിരിവ് കൊടുക്കാനുണ്ടായിരിക്കും. ഓക്കെ, സംഭാവനകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്, ചികിത്സാ ആവശ്യാർത്ഥം പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. വേറെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, ഇനിയൊന്നും കിട്ടുന്നില്ല. റിട്ടയർമെന്റ് ലൈഫ്. എങ്ങനെ? റിട്ടയർമെന്റ് ലൈഫ്. ഓക്കെ, വരുമാനം നിന്നതിന് ശേഷമുള്ള ലൈഫിന് വേണ്ടിയിട്ടുള്ള. എന്താ തസ്നീമോ ഹുസ്നയോ ആരോ എന്ത് പറഞ്ഞു? ഹുസ്ന കേട്ടില്ല. ജീവിത സൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ. ജീവിത സൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കേസ് നേരത്തെ ആരോ പറയണ്ടായി. ഹോസ്പിറ്റൽ കേസിനെ കുറിച്ച് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ വളരെ ബേസിക് ആയ പല ഫങ്ഷൻസും ഇവന്റ്സും ഉണ്ടാകും. അതിനുവേണ്ടി പണം ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ എങ്ങനെ ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ലുകളൊക്കെ, വാട്ടർ പോലെയുള്ള കാര്യങ്ങൾക്ക്, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് നമ്മുടെ പണം ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. എന്നാൽ
ഫണ്ട് വരുന്നത് എങ്ങനെയായിരിക്കും? അത് നോക്കൂ. ഒരു വാട്ടർ ടാങ്ക് പോലെയാണെന്ന് ഞാൻ പറയാ. വാട്ടർ ടാങ്കിന്റെ പ്രത്യേകത എന്താ? നിങ്ങളുടെ വീട്ടിലുള്ള വാട്ടർ ടാങ്കിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലേക്ക് വെള്ളം വരുന്നത് ഏത് വഴിയായിരിക്കും? അല്ലെങ്കിൽ എത്ര വഴികളിൽ? ഒറ്റ വഴിയേ ഉണ്ടാവുള്ളൂ. പിന്നെ അതില് ആ ടാങ്കിൽ നിറയുന്ന വെള്ളം ഏതൊക്കെ വഴിയിലൂടെ പോകാനുണ്ടാവും? അടുക്കളയിൽ ഒരു 2 പൈപ്പ് കാണും, ബാത്റൂമുകളിൽ പൈപ്പുകൾ ഉണ്ടാവും, അല്ലെ? വാഷ് ബേസിനുകളിലൊക്കെ ഉണ്ടാകും, പുറത്തുണ്ടാകും. ഇങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിലൂടെ ആ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? വാട്ടർ ടാങ്ക് പെട്ടെന്ന് കാലിയായി പോകും. ഇതേപോലെയാണ് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ. ഒറ്റ വഴിയിലൂടെ ആയിരിക്കും സാധാരണഗതിയിൽ വരാനുണ്ടാവുക. പോകാനുള്ള വഴി എന്ന് പറയുന്നത് നിരവധിയായിരിക്കും, അല്ലെ? അപ്പൊ ഈ ഒരു വസ്തുത നമ്മൾ കാണണം. നമ്മളൊരു വാട്ടർ ടാങ്ക് പോലെയാണ് നമ്മുടെ സമ്പത്തുമായി നിൽക്കുന്നത് എന്നുള്ളത് കാണണം. ഇനി നമ്മുടെ അടുത്ത് വരവ് ചെലവ് ഞാൻ 3 സിനാരിയോസ് കൊടുക്കുകയാണ്. 3 സിനാരിയോസ് കൊടുക്കുകയാണ്. ഒരു സിനാരിയോ അനുസരിച്ച് ആദ്യത്തെ ഒന്നാമത്തെ കോളം, 1 എഴുതിയിരിക്കുന്ന കോളം നോക്കുക. ഒരാളുടെ ആകെ വരുമാനം 43,000 രൂപയാണെന്ന് വിചാരിക്കുക. അയാളുടെ ആകെ ചെലവ് 48,000 ഇപ്പം എന്തായിരിക്കും അയാളുടെ ബാക്കി എന്ന് പറയുന്നത്? 43,000 രൂപ ഉണ്ട് അയാളുടെ വരുമാനം. അയാൾക്ക് ചെലവായിട്ട് മൊത്തത്തിൽ 48,000 രൂപയും വരും. അപ്പൊ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? കടമോ ബാധ്യതയോ ഒക്കെ ഉണ്ടായാൽ മാത്രമാണ് ചെയ്യാൻ സാധിക്കുക, അല്ലെ? കമ്മി ബജറ്റ് എന്ന് പറയുന്ന ബജറ്റ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കോളത്തിൽ നോക്കുക. ഒരാൾക്ക് 43,000 രൂപ വരുമാനമുണ്ട്, 43,000 രൂപ തന്നെ ചെലവും ഉണ്ട്. അപ്പോഴോ സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല. കഷ്ടി അങ്ങനെ കഴിഞ്ഞുകൂടും, അല്ലെ? ഇനി മൂന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് 43,000 രൂപ വരുമാനമുണ്ട്, പക്ഷെ അയാൾക്ക് ചെലവ് 35,000 രൂപയുള്ളൂ. അവിടെ അയാളുടെ കയ്യിൽ എന്തുണ്ട്? സേവിങ്സ് ഉണ്ട്, മിച്ചമുണ്ട്. സേവിങ്സ് എന്ന് പറയാറായിട്ടില്ല, മിച്ചമുണ്ട്, ബാക്കിയുണ്ട്. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ വിഷയം ഒന്നുകൂടെ ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് തരാൻ വേണ്ടി ഒന്നുകൂടെ ഇട്ടിരിക്കുന്നതാണ്. ഒരു ഒറ്റ വഴിയിലൂടെ ഒരു വരുമാനമുള്ളത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെലവുകൾ നടക്കാനുമുണ്ട്. അതൊന്നുകൂടെ ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടതാണ്. ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ നീഡ്സിന് വേണ്ടി ആയിരിക്കും. ആ നീഡ്സ് എന്ന് പറയുന്നത് ജീവിക്കാൻ നിർബന്ധമായിട്ടും ആവശ്യമുള്ളതാണ്. ഉദാഹരണത്തിന് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലെയുള്ള കാര്യങ്ങൾ. നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യമുള്ള കാര്യങ്ങൾ. കറക്റ്റ്. ഭക്ഷണം പോലെ, വസ്ത്രം പോലെ, പാർപ്പിടം പോലെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ നീഡ്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് വാൺസ് ഉണ്ടായിരിക്കും. ആഗ്രഹമുണ്ട്, എന്നാൽ അതില്ലാതെയും ജീവിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ആഭരണങ്ങള്, സിഗരറ്റ്, ആർഭാട വസ്തുക്കള്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും. പക്ഷെ പണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പതിയെ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് തോന്നുകയും ചെയ്യും. നമ്മൾ സൈക്കോളജിയിൽ മനുഷ്യന്റെ നീഡ്സുമായി ബന്ധപ്പെട്ട തിയറി പഠിക്കുന്ന സമയത്ത് നമ്മളിത് പഠിക്കാറുണ്ട്. മാസ്ലോയുടെ തിയറി ഒക്കെ പഠിക്കുമ്പോൾ, അല്ലെ? ആദ്യം നമുക്ക് വേണ്ടി വരിക വായു ആയിരിക്കും. വായു ഉള്ള ഒരാള് അത് ലഭ്യമാകുന്ന സമയത്ത് അയാൾ ഭക്ഷണത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും ആലോചിക്കും. ഭക്ഷണവും വെള്ളവും വായുവും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തത് എന്തായിരിക്കും അയാളുടെ ആലോചന? ഷെൽട്ടർ. വസ്ത്രത്തെക്കുറിച്ചും ഷെൽട്ടറിനെ കുറിച്ചും ആയിരിക്കും. ഇത് മൂന്നും ആയി കഴിയുമ്പോഴോ എങ്ങനെ? കുറച്ചുകൂടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആലോചന തുടങ്ങും. പിന്നെ അതിങ്ങനെ കയറി പോകും. അവസാനം നിങ്ങൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, പല സമ്പന്നരായ ആളുകളും
പിന്നീട് പതിയെ വളരെ സൊസൈറ്റിയിൽ ഉയർന്നു നിൽക്കുന്ന തലങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ചില ആളുകൾ MLA-മാരാകും, ചില ആളുകൾ MP-മാരാകും, ചില ആളുകൾ സാമൂഹികമായ ചില വിഷയങ്ങൾ മുന്നിലേക്ക് വരും. അതിന്റെ നിരന്തരം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ മനുഷ്യന്റെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ അടിസ്ഥാനപരമായി ജീവിക്കുന്നതിന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിരിക്കും വേണ്ടി വരിക. കാശുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്പം ചെലവഴിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. കാശില്ലാത്ത ആളുകൾ പക്ഷെ കാശുള്ളവരെ കണ്ടുകൊണ്ട് ചെലവഴിച്ചു പോയാൽ അബദ്ധം ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ നീഡ്സും വാൺസും തമ്മിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ നോക്കൂ, ഞാനിവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു ലക്ഷറി സോപ്പാണ്. ലക്ഷറി ഹെർമിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സോപ്പാണ്. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ്. ഒരു സോപ്പിന്റെ വില ഏതാണ്ട് 11,000 രൂപയാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന സോപ്പും മോശമൊന്നുമില്ല, ഒരു 3,175 രൂപ വിലയുണ്ട് അതിന്. പിന്നെ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സോപ്പാണ്. അത് 3 എണ്ണത്തിന് 105 രൂപയ്ക്ക് കിട്ടും, 3 എണ്ണത്തിന് 73 രൂപയ്ക്ക് കിട്ടും. ഇതൊക്കെ കിട്ടും. ഈ 4 ഐറ്റം സാധനം കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറയൂ? വൃത്തിയാക്കലാണ്. വാഷിംഗ്. അതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല അല്ലെ. പക്ഷെ ഒന്ന് വാൺസിൽ കിടക്കുന്നതാണ്, ഒന്ന് നമുക്ക് നീഡ്സിലേക്ക് വേണമെങ്കിൽ കണക്കാക്കാവുന്നതുമാണ്. സോ ജീവിതാവശ്യങ്ങൾക്ക് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു പോളിസി നമ്മൾ സ്വീകരിക്കുക. ജീവിതാവശ്യങ്ങൾക്ക് നിർബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാതിരിക്കുക, ജീവിതാവശ്യങ്ങൾക്ക് തീർത്തും ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു പോളിസി നമ്മൾ നമ്മുടെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റക്കുറച്ചിലോട് കൂടി എടുക്കേണ്ടതുണ്ടാവും. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു, ഒന്ന് നമുക്ക് ആവശ്യമുള്ളതാണ്, എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ളതാണ്. 2 നമുക്ക് ആഗ്രഹമുള്ളതാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ ഇല്ലെങ്കിലും ജീവിച്ച് പോകാൻ സാധിക്കും. ഇനി സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭാവിയെ കരുതി സൂക്ഷിച്ചു വെക്കുന്ന പണമാണ്. നമ്മൾ ചെലവഴിക്കാതെ നാളത്തേക്ക് നീക്കി വെക്കുന്ന പണമാണ് എന്ത്? നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത്. ആർക്കൊക്കെ സേവിങ്സ് ഉണ്ട് ഇവിടെ? ചെറുതോ വലുതോ? ആർക്കൊക്കെ സേവിങ്സ് ഉണ്ട്? ചെറുതായിട്ടുണ്ട്. വരും. എങ്ങനെ? ചെറിയ സേവിങ്സ് എനിക്കുണ്ട്. ഇല്ലാത്ത ആളുകളും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സേവിങ്സ് ഇല്ലാത്ത ആളുകളുണ്ടോ? ഈട് വരില്ല എന്ന ധൈര്യത്തിൽ പറഞ്ഞോളൂ. ആഗ്രഹമുണ്ട്, പക്ഷേ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ. ഈ കോമൺ പീപ്പിൾ എന്ന് പറയുന്നത് അധികം ഇല്ലാത്തവരാണ്. എങ്ങനെ? സാധാരണക്കാരെന്ന് പറയുന്ന വിഭാഗം സേവിങ്സ് ഇല്ലാത്തവരാണ്. സേവിങ്സ് ഇല്ലാത്തവരാണ്. ഇന്ന് 1000 രൂപ കൂലി കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം അത് അന്നെ കാലിയാക്കുന്ന ശീലമാണ് അവരുടെ ശൈലി. പറയുന്നത് എന്റെ 1000 കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ സേവിച്ചതിന്റെ കാര്യം എന്നുള്ളതാണ്. അതിനെയാണ് നമുക്ക് ചെലവഴിക്കാനാ നോക്കുക. സേവിങ്സിനേക്കാൾ അപ്പുറം മറ്റുള്ള ആളുകളെ പോലെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന് പരമാവധി ചെലവഴിക്കുക, പോരാത്തതിന് ലോൺ എടുക്കുക. അവിടെ സേവിങ്സിലേക്ക് സ്വയം ജോലിയുള്ള ആൾക്കാരല്ലേ സേവിങ്സ് ഉണ്ടാവുള്ളൂ. നമുക്ക് സ്വന്തം ബംഗാളികൾസാണ് സേവിങ്സ് ഏറ്റവും ഉഷാറ്. CDMA മുന്നിൽ എന്നും ബംഗാളികൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സ്വയം വരുമാനം ഇല്ലാത്ത ആൾക്കാർക്ക് സേവിങ്സ് ഉണ്ടാവില്ല. ഹസ്ബൻഡ് വരുമാനം ഉണ്ടെങ്കിൽ വൈഫിന് സേവിങ്സ് ഇല്ലല്ലോ, അങ്ങനെ ഉണ്ടാവും. അതിനൊക്കെ വഴികൾ ഉണ്ടാവേണ്ടതുണ്ട്. ശരി, പറയുന്നത് തെറ്റാണ്. സിറാജ് പറയുന്നത് തെറ്റാണെന്ന് കേട്ടോ. സിറാജ് അദ്ദേഹത്തിന്റെ പല ഗൾഫുകാരും തിരിച്ചു പോകുന്ന വൈഫിന്റെ ക്യാഷ് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാവും. ഹസ്ബൻഡിനായിരിക്കും വരുമാനം അടിച്ചു മാറ്റിയ കാശിന്ന് ഒരു 5-10 രൂപ ഡബ്ബയിലെടുത്ത് മാറ്റി വെച്ചാ മതി. അതൊക്കെ പറ്റുള്ളൂ. പല ആളുകളും ഒന്നും പറ്റൂല.
പഠിച്ചവനെ പേടിയാണ് കുറച്ച്. ഭാര്യക്ക് കിട്ടുന്നത് ആദ്യമേ കൊടുത്തിട്ടുണ്ടാകും ഭർത്താവിന്, അവസാനം സേവിങ്സ് ഉണ്ടാവില്ല. സേവിങ്സ് ഉണ്ടാവില്ല. ഓക്കെ, സേവിങ്സ് ഒക്കെ വെക്കും. അവസാനം ഹസ്ബൻഡ് വരുമ്പോ 2 മാസം അത് തീർത്ത് പഞ്ഞം പിടിച്ചാലും പോകണം. അല്ല എന്നാലും നല്ലതാണ്. 2 മാസത്തേക്ക് മറ്റുള്ളവരുടെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ വരില്ല. അതെ അത് നല്ലതാണ്. നോട്ട് നിരോധിച്ചപ്പോ പല ആളുകളുടെ അടുത്തും 500-ന്റെയും 2000-ന്റെ എല്ലാം നോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം വരവ് ചായപ്പൊടി പാത്രത്തിൽ നിന്ന് കൂടുതലും പൈസ കിട്ടിയേക്കണേ 2000-ന്റെ. വരവ് എത്ര കൂടുതലുണ്ടെങ്കിലും, എത്ര കുറവാണെങ്കിലും, എത്ര കൂടുതലാണെങ്കിലും ചെലവ് ആദ്യം നടത്താൻ തുടങ്ങും. ചെലവിന് വല്ല ലിമിറ്റ് ഉണ്ടാവോ, അതിന് വല്ല പരിധി നിശ്ചയിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സേവിങ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ആലോചിക്കാം എന്ന് വിചാരിക്കുക മാത്രമാണ് ചെയ്യുന്നത് പലപ്പോഴും ആളുകൾ. ഇതിനെ നമ്മൾ ശരിയായ രീതി അല്ല എന്ന് പറയാണ്. ഇത് തെറ്റാണ്. വരവിൽ നിന്ന് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം ആദ്യം അങ്ങ് നീക്കി വെക്കണം. ഉദാഹരണത്തിന് 100 രൂപ വരുമാനമുള്ള ഒരാള്, ഞാൻ പറയാ മിനിമം 20% നീക്കി വെക്കണം എന്നാണ്. അത് വരുമാനമുള്ളതിനനുസരിച്ച് 30%ഓ അതിൽ കൂടുതലൊക്കെ ആവണം. മിനിമം 20% നീക്കി വെക്കണം. അപ്പൊ 100 രൂപ വരുമാനമുള്ള ഒരാള് 80 രൂപ ഉള്ളൂ എന്റെ കയ്യിലെന്ന് വിചാരിക്കുകയും 20 രൂപ മാറ്റിവെക്കുകയും ചെയ്യാന്ന് പറയുന്നതാണ് ശരിയായ രീതി എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരും. ഒരാൾക്ക് 30,000 രൂപ വരുമാനമുണ്ട്, 28,000 രൂപ ചെലവുമുണ്ട്. സാറേ ഈ ഒരു തിയറി നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോ അങ്ങോട്ട് പ്രായോഗികമാകാറില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരു 12,000 രൂപ വരുമാനമുണ്ട് മാസം. അയാളുടെ നീഡ്സ് തന്നെ അതുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാത്ത അവസ്ഥ ബഹുഭൂരിപക്ഷം ഉള്ളത്. അത്തരൊരു സന്ദർഭത്തിൽ എങ്ങനെയാ അത് കൈകാര്യം ചെയ്യുക? നോക്കൂ, നമ്മുടേത് പോലുള്ള ഒരു സമൂഹത്തില് നീഡ്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ടാവും. അങ്ങനെയുള്ള ആളുകള് നീഡ്സും വരുമാനത്തിനനുസരിച്ച് ചെറിയ നിർവചനങ്ങൾ അങ്ങോട്ടുകൂടി മാറിപ്പോകുന്നതാണ്. ഇപ്പോ പട്ടിണിയുടെ കാലം എന്ന് പറഞ്ഞിരുന്ന കാലത്ത്, ഇവിടത്തിലെ പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അറിയണ്ടാവും. പട്ടിണിയുടെ കാലം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് ആളുകൾ എന്താണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൂടുതലും ഉപയോഗിച്ചിരുന്നത്? മരച്ചീനി ഉപയോഗിക്കും. വെരി ഗുഡ്. കിലോ 50 രൂപ റേറ്റ് ഉണ്ട്. അല്ല, ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് മരച്ചീനി ആയിരുന്നു. പിന്നെ അല്ല, അത് നമ്മൾ വാങ്ങുന്നത് കൊണ്ടാണ്. അന്ന് ആളുകൾ അത് തൊടിയിൽ ഉണ്ടാക്കുമായിരുന്നു. കൃഷി ചെയ്തുണ്ടാക്കും. അന്ന് കൃഷി ചെയ്തുണ്ടാക്കും. ചക്ക, മാങ്ങ, കാച്ചില്, ഇലവർഗങ്ങള്, ഇതെല്ലാം ഉപയോഗിക്കുമായിരുന്നു ആളുകള്. ഈ അരി പോലും കിട്ടാനില്ലായിരുന്നു. അരിയൊക്കെ കരിഞ്ചന്തയായിട്ട് മാറി ആളുകളെ അറസ്റ്റ് ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം നിങ്ങൾക്ക് ഒരുപക്ഷെ 1970-75 കാലഘട്ടങ്ങളിലൊക്കെ ഓർമ്മയിലുണ്ടായിരുന്ന ആളുകൾക്ക് അറിയുണ്ടാവും. ഒരു 10-50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്കൊക്കെ കുറേശ്ശെങ്കിലും ഐഡിയ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കള്ളക്കടത്തുണ്ടായിരുന്നു. അതെ. അതേസമയം ഇന്ന് നമുക്ക് അരി റേഷൻ കടയിൽ നിന്ന് ആൾമോസ്റ്റ് ഒരു വീടിന് കഴിയാനുള്ള അരി ആൾമോസ്റ്റ് കിട്ടും. നമുക്ക് വിദ്യാഭ്യാസം സ്കൂൾ ലെവൽ വരെ സൗജന്യമായിട്ട് ലഭിക്കും. ആവശ്യമെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ പോയിട്ട് ചികിത്സ ലഭിക്കും. അപ്പം നമ്മുടെ വരുമാനത്തെ നമ്മൾ കൃത്യതയോടുകൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 12,000 കിട്ടുന്ന ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിന് ഒരു ഒരുക്കമായിരിക്കും വേണ്ടി വരിക. അതും കിട്ടാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ. അവിടെ അത് നേരെ ദാരിദ്ര്യത്തിലേക്ക് പോകും. അവിടെ പിന്നെ സാമൂഹിക നമ്മുടെ കേരളത്തിന്റെ ചിലവുകൾ പോകുന്നത് ഫുഡിലേക്കല്ല, ഭക്ഷണാവശ്യങ്ങൾക്കല്ല ചിലവ് പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ മറ്റാവശ്യങ്ങൾക്ക് വെഹിക്കിൾ, യാത്ര, പെട്രോള്, പിന്നെ അത് ആർഭാടങ്ങളായിട്ട് ചിലവ് പോകുന്നത്. ഫുഡിന് എപ്പോഴും ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ. മൊബൈൽ ചാർജ്, ഐറ്റംസ് ആണ് കൂടുതൽ പോകുന്നത്. ഫുഡിന് അത്ര എമൗണ്ട് വരുന്നില്ല എനിക്ക് തോന്നുന്നു. അതെ. അപ്പോ
നമ്മള് ഒരു 30,000 രൂപ വരുമാനമുള്ള ഒരാള് 28,000 രൂപ അയാൾക്ക് പല വിധത്തിലുള്ള ചെലവുകളുണ്ട്. അങ്ങനെ ഒരു 2,000 രൂപ ബാക്കിയാവും. അപ്പൊ അയാൾ അത് നീക്കി വെക്കാമെന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ രീതി അല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പകരം 30,000 രൂപയുള്ള ആള് ചുരുങ്ങിയത് ഒരു 6,000 രൂപയെങ്കിലും മാറ്റി വെക്കണം. ആ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി എന്താണോ ഉള്ളത് അതേ എന്റെ കയ്യിലുള്ളൂ എന്ന് തീരുമാനിക്കുകയും എന്നിട്ട് അതുപയോഗിച്ച് ചെലവ് നടത്തുകയും ചെയ്യണം. ബാക്കി എമൗണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് അവിടെ വേറെ ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രായമായ ആളുകൾക്ക് ഒരു കാര്യം ഓർമ്മയിലുണ്ടാവും, പുതിയ തലമുറക്ക് അറിയണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് പ്രത്യേകിച്ച് ഈ മലബാർ ഏരിയയിലൊക്കെ എനിക്ക് പരിചയമുണ്ട്, മറ്റു ഭാഗങ്ങളിലും അത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിടിയരി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആർക്കാ അറിയാം? എനിക്കറിയാം. ഒരു പിടി മാറ്റി വെക്കുക. എന്തായിരുന്നു സിറാജ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവില്ല ആളുകൾക്ക്. കേട്ടിട്ടുണ്ട്. അറിയാം. ചോറ് വെക്കുന്ന സമയത്ത് ചോറ് വെക്കുന്ന അരിയിൽ മാറ്റി വെക്കും. മാറ്റി വെക്കുക. ആ പിടിയരിയാണ് പിന്നെ ഇല്ലായ്മ വരുമ്പോ എടുക്കുന്നത് സാറേ. അതെ, നമ്മൾ അങ്ങനെയാണ്. നമ്മള് ഒരു ചിട്ടിയൊക്കെ കൂടി വെക്കും. ചിട്ടി കൂടി വെച്ചിട്ട് അവസാനം ചിട്ടി പിടിക്കുമ്പോ അതിന്റെ ഇരട്ടി ആവശ്യങ്ങൾ അന്നേരം ഉണ്ടാവും. അപ്പൊ പിന്നെ നോക്കൂ, ഈ നിങ്ങളത് പറഞ്ഞു, പലരും ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് മനസ്സിലാത്ത ആളുകൾക്ക് അറിയാത്ത ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനൊന്ന് പറയാം. ഒരു വീട്ടിലൊരു 10 ആളുണ്ടെന്ന് വിചാരിക്കാം. ഈ 10 ആളുകൾക്ക് വീട്ടില് അടുക്കളയിൽ അരി എടുക്കുന്ന സമയത്ത്, ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അരി എടുക്കുന്ന സമയത്ത് വീട്ടിലെ മുതിർന്ന ആളുകൾ ആരാണോ അരി എടുക്കുന്നതെങ്കിൽ അവര് എത്ര ആളുണ്ട് 10 ആള് കണക്കാക്കി 10 ആൾക്ക് ഇത്ര നാഴി അരി വേണം അല്ലെങ്കിൽ ഇത്ര ഗ്ലാസ് അരി വേണം എന്ന് അവർക്കൊരു കണക്കുണ്ടാവും. അത് സപ്പോസ് ഒരു 5 ഗ്ലാസ് വേണം എന്നാണെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പം 5 ഗ്ലാസ് അരി എടുത്താൽ 10 പേർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള, സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അരി ഉണ്ട് എന്ന് കണ്ടിട്ട് അതെടുത്തൊരു പാത്രത്തിലേക്ക് ഇടും. ആദ്യം നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന, മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അരിച്ചാക്കിൽ നിന്ന് അല്ലെങ്കിൽ അരിയുടെ ബാഗിൽ നിന്ന് ഒരു 5 ഗ്ലാസ് അരി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു, വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അതിലേക്ക് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പിടി അതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു മൂന്നാമതൊരു പാത്രത്തിലേക്ക് ഇടും. ഈ മൂന്നാമത്തെ പാത്രത്തില് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന അരി വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് പല വിധത്തിലുള്ള അരി കൊണ്ടത് നിറയും. എപ്പോഴെങ്കിലും വീട്ടിലെ ജോലിക്ക് പോണ ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത വരുന്ന സമയം, ഇപ്പൊ നിരന്തരമായി മഴ പെയ്തു, പാടത്തോ പറമ്പിലോ പോകാൻ കഴിയുന്നില്ല, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വല്ല പനിയോ മറ്റോ പിടിച്ചു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ പോയാൽ ആണ് അതാത് ദിവസത്തെ വേജസ് കിട്ടുക എന്നുള്ളത് കൊണ്ട് ആ ദിവസം അത് മുടങ്ങി പോകുന്നു. 2-3 ദിവസം മുടങ്ങുമ്പോൾ വീട്ടിൽ പ്രയാസം വരും. അപ്പൊ കുട്ടികൾ പട്ടിണിക്കാരാകാതിരിക്കുന്നതിന് വീട്ടിലെ സ്ത്രീകൾ ചെയ്തിരുന്ന വലിയ ഒരു ബുദ്ധിയായിരുന്നു ഈ പിടിയരി എന്ന് പറയുന്ന സിസ്റ്റം. ചിലപ്പോൾ അത് അടുത്ത വീട്ടിലേക്കും കൊടുക്കും. അടുത്ത വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് അരി ചോദിച്ചു വരുമ്പോ ഇവിടെ അരി ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കുക, പിടിയരി ഉണ്ടോ, അതിന് കുറച്ചെടുക്കാനോ എന്നാണ് ചോദിക്കുക. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ രണ്ടാമത് തന്നിരിക്കുന്ന തത്വം. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഫണ്ടിൽ നിന്ന്, അത് അത്യാവശ്യത്തിനുള്ളതാണ്, പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു അല്പെടുത്തങ്ങ് മാറ്റിവെച്ചു, പിടിയരി മാറ്റിവെച്ചതുപോലെ. ഇനി അത് പിന്നീട് നമുക്ക് ഉപയോഗപ്പെടും. ഷബീബ്, നിങ്ങൾ പറഞ്ഞ സമയം 9 മണിയാണ്. പക്ഷെ ഈ പോർഷൻ എനിക്ക് അല്പസമയം കൂടെ എടുത്താലാണ് തീർക്കാൻ സാധിക്കുക. കണ്ടിന്യൂ ചെയ്യണോ, മറ്റൊരു ദിവസം തുടരണോ, എന്താ വേണ്ടേ? മറ്റൊരു ദിവസം. ഇവിടെ കുട്ടികളൊക്കെ കടന്നു തുടങ്ങി. 9 മണി ആയതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും അല്ലെ? മറ്റൊരു ദിവസം തുടരാന്ന് വെക്കണോ, എന്താ വേണ്ടേ? കുറച്ച് ടൈം കൂടെ ഉള്ളെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എത്ര സമയം പറ്റും? ഒരു 15 മിനിറ്റ്. 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റിൽ തീർക്കാൻ വേണ്ടിട്ട് നോക്കാം. ഓക്കെ, 15 മിനിറ്റ് 20 മിനിറ്റിൽ തീർക്കാൻ വേണ്ടി. ഓക്കെ, സോ ഈ പിടിയരി സിസ്റ്റം നമ്മുടെ വരുമാനത്തിൽ കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമതൊരു കാര്യം, നമ്മൾ വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുന്നവരായിരിക്കണം. ആരാണ് ഇവിടെ കണക്കെഴുതുന്ന സിസ്റ്റം?
ഉള്ള ആളുകള് ഞാൻ എഴുതി വെക്കാറുണ്ട്. എഴുതാറുണ്ട്. സലാഹുദ്ദീൻ കണക്കെഴുതാറുണ്ട്. സിറാജ് കണക്കെഴുതാറുണ്ട്. ചെലവ് മാത്രം കൂടുതലായതുകൊണ്ട് നിർത്തി. അത് പറ്റില്ല, എഴുതിക്കൊണ്ടേ ഇരിക്കണം. നോക്കൂ, കണക്കെഴുതണം. കണക്കെഴുതുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനെ തയ്യാറാക്കാൻ സാധിക്കുക, പ്ലാൻ ഉണ്ടാക്കാൻ. ഒരു ഫിക്സ്ഡ് എമൗണ്ട് മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് എക്സ്പെൻഡിച്ചറിലേക്ക് മാറ്റി വെക്കുക. അല്ല, എന്നാലും എവിടെയാണ് പണം പോകുന്നത് തുടങ്ങിയ ഏകദേശം പറഞ്ഞ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുന്നത് ഫുഡ് അല്ലാതെ, എസ്പെഷ്യലി പലപ്പോഴും പെട്രോൾ മറ്റു കാര്യങ്ങൾക്ക് അധികം എക്സ്പെൻസ് വരുന്നത് പെട്രോൾ, മൊബൈല്, നെറ്റ് കാര്യങ്ങൾക്കാണ്. അതൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിലും എഴുതി വെക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ എഴുതുന്നത്, കുട്ടികളോട് ഞാൻ പറയല്ലേ, കുട്ടികളോട് ഒരു 10 രൂപ ഡയറി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ടൂർ പോകാന്ന് അറിയുന്നുണ്ട്. ഡയറി 10 രൂപ ആണെങ്കിൽ നിങ്ങൾ ടൂർ പോകാം. അതെ അതെ. അല്ല, പണ്ട് സ്കൂളിൽ സഞ്ചയിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീട്ടിൽ 10 രൂപ ഇടാം, എന്നാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ ടൂർ പോകാൻ പൈസ ചെയ്യും. അതെ അതെ, സേവിങ്സ് ബാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾക്ക് നമ്മളുടെ വരുമാനം, ശമ്പളം, വാടക, പലചരക്ക്, വെജിറ്റബിൾസ്, മീന്, ഇലക്ട്രിസിറ്റി ഫീസ്, ഇങ്ങനെ കുറെ വരുമാനവും കുറെ ചെലവുകളും ഉണ്ടാവുമല്ലോ. ഇതൊക്കെ മാസത്തിലും വർഷത്തിലും എത്ര വരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. അത് ഇത്ര വരാമെന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫിക്സഡ് എമൗണ്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമ്മളിത് മാറ്റി വെക്കുകയാണ്. പലചരക്കിന് ഇത്ര വരാൻ പാടുള്ളൂ, വെജിറ്റബിൾസിന് ഇത്ര വരാൻ പാടുള്ളൂ, മീനിനും മീറ്റിനും ഒക്കെ ഇത്ര വരാൻ പാടുള്ളൂ, ഇലക്ട്രിസിറ്റി ഫീസ് ഇത്ര ആയിരിക്കും വരേണ്ടത്, ഫീസ് ഇത്ര ആയിരിക്കും വരേണ്ടത്. ഇങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒരു മാസത്തിലെ ഇലക്ട്രിസിറ്റി 800 രൂപ എന്നുള്ളതിന് പകരം 900 രൂപ എന്ന് വന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഉടനെ നമ്മൾ ചെയ്യാൻ തുടങ്ങി? ഇനി ഉപയോഗം കുറക്കും. എവിടെയെങ്കിലും ലൈറ്റുകൾ അധികം കാണുന്നുണ്ടെങ്കിൽ ഉടനെ ഓഫ് ചെയ്യാൻ തുടങ്ങും, അല്ലെ? അതേ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കണക്കില്ല എന്ന് വിചാരിക്കാം. അപ്പോഴോ നമ്മളിങ്ങനെ ഒന്നും തീരുമാനിച്ചു വെച്ചിട്ടില്ല, ഇത്ര വേണ്ടത്, ഇത്ര ആകാവൂ എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴെന്തായിരിക്കും ഉണ്ടാവുക? കൂടിക്കൊണ്ടേയിരിക്കും. നിയന്ത്രണമൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ വരും പോവും, ആരും ഒന്നും ശ്രദ്ധിക്കില്ല. അപ്പൊ ആ അവസ്ഥ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഇത്ര വരാവൂ, വർഷത്തിൽ ഇത്ര വരാവൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചു വെക്കണം. എന്നിട്ട് ഓരോ മാസവും അതിങ്ങനെ ചെക്ക് ചെയ്യണം, എഴുതി വെച്ചിട്ട്. അതിൽ കൂടുതലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ തന്നെ ആരും പറയാതെ അതിനുള്ള റെമഡി നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ കണക്കെഴുതി വെക്കണം. ഒരു 4 കോളം വരയ്ക്കുക, ഒരു ബുക്ക് എടുത്തിട്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ, അറിയുന്ന ആളുകൾ ഇത് തമാശയായിട്ട് തോന്നും. അറിയാത്തവർക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഡേറ്റിന് ഒരു കോളം, ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടി ഒരു കോളം, എന്നിട്ട് വരുമാനം എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളം, ചെലവ് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒരു കോളം. നമ്മുടെ വരുമാനങ്ങളൊക്കെ ശമ്പളം കിട്ടുന്ന ദിവസം നമ്മൾ ആ ഡേറ്റ് എഴുതി, എന്നിട്ട് ശമ്പളം ഇത്ര രൂപ കിട്ടി. വാടക കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ വാടക ഇത്ര രൂപ കിട്ടി. അങ്ങനെ ഇനി എന്തൊക്കെ വരുമാനങ്ങളുണ്ടോ അതൊക്കെ കിട്ടുമ്പോൾ ഡേറ്റ് എഴുതുക. അതിന്റെ ഏത് ഇനത്തിലാണ്, ശമ്പളമാണോ വാടകയാണോ എന്നൊക്കെ നമ്മൾ എഴുതുക. അതിനുശേഷം ഇൻകം കോളത്തില്, വരുമാനത്തിനുള്ള കോളമാണ് ആദ്യം കോളം, ആ കോളത്തിൽ അത് എഴുതി വെക്കുക. ചെലവാക്കുന്ന സമയത്ത് നമ്മള് വെജിറ്റബിൾസിനാണെങ്കിൽ ഇത്ര ചെലവാക്കി, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇത്ര ചെലവാക്കി, സ്കൂൾ ഫീസിന് വേണ്ടി ഇത്ര ചെലവാക്കി, ആ ഡേറ്റ് ഇട്ടിട്ട് അതും എഴുതി വെക്കാം. അപ്പൊ മാസത്തിലെ അവസാനം നിങ്ങളുടെ അടുത്ത് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പലചരക്ക് സാധനത്തിന് ഇത്ര ഉണ്ടാകാവൂ എന്ന് പറഞ്ഞിടത്ത് നിന്ന് നിങ്ങളുടെ ചെലവ് കൂടി പോയിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്ന ആ ലെവലിലേക്കാളും കൂടിയോ, ഇലക്ട്രിസിറ്റി ഫീസ് 800 രൂപ എന്നുള്ളത് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ ഒരു വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുന്ന ഒരു സിസ്റ്റം എത്ര വരുമാനം ഉള്ള ആളുകളാണെങ്കിലും വരുമാനം കുറഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിലും ചെയ്തു തുടങ്ങണം. എന്നാലാണ് ഫിനാൻഷ്യൽ കൺട്രോളും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും പുരോഗതിയും ഉണ്ടാവുക. ഇനി നമ്മൾ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ കയ്യിൽ ഇനി ഇങ്ങനെ വരുമാനങ്ങൾ ഉണ്ടല്ലോ, പല രീതിയിൽ സ്പെൻഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങള് പിന്നെ ഇത്രേ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ ശമ്പളം എത്ര കിട്ടുന്നുണ്ട്, നമുക്കറിയാലോ നമ്മളെ ശമ്പളം എത്രയാണ്, അപ്പം വർഷത്തിൽ ഇത്ര ഉണ്ടാവുക, വാടക എത്ര കിട്ടും, വർഷത്തിൽ ഇത്ര ഉണ്ടാവും, പലചരക്ക് സാധനങ്ങൾക്ക് ഇത്രേ ചെലവാകാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നതിന് എത്ര വരെ നമുക്ക് എഴുതാം എന്നുള്ളതാണ് ഇനി ഞാൻ സൂചിപ്പിക്കുന്നത്.
സേവിങ്സ് ആയിട്ട് നിങ്ങൾ എത്ര ശതമാനം ആദ്യമേ നീക്കി വെക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 20% നീക്കി വെക്കണം. 10,000 രൂപ ഉള്ള ആള് 2,000 രൂപ നീക്കി വെക്കണം. നീഡ്സിന് വേണ്ടിയിട്ട് 50% ചെലവഴിക്കാം. നീഡ്സിൽ എന്തൊക്കെ വരും? നീഡ്സിൽ വരുന്നത് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ജീവിക്കാൻ നിർബന്ധമായും ആവശ്യം വരുന്ന എക്സ്പെൻസസ്. ഉദാഹരണത്തിന് ഭക്ഷണം, വിദ്യാഭ്യാസം, ചികിത്സ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 50% വരെ ചിലവാകാം. 45% 30% കേട്ടോ, അവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയതാണ്. 30% നിങ്ങൾക്ക് വേണമെങ്കിൽ വാൺസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എമർജൻസി ഹോസ്പിറ്റൽ വരുമ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ? എമർജൻസി ഹോസ്പിറ്റൽ സമയത്ത് എമർജൻസി വരുന്ന സമയത്ത് അത് നീഡ്സിൽ വർദ്ധിപ്പിക്കാണ് ചെയ്യുക. അപ്പൊ അവിടെ വാൺസ് ഓട്ടോമാറ്റിക്കലി ആണ് പോവും. തൽക്കാലം നടന്നില്ലെങ്കിൽ സേവിങ്സ് നിന്ന് എടുക്കും. പിറ്റത്തെ മാസത്തിൽ നമ്മൾ വാൺസ് പറ്റ കുറക്കും, എന്നിട്ട് അത് സേവിങ്സിലേക്ക് തിരിച്ചു വെക്കും. ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടേക്ക്. പക്ഷെ സാധാരണ ഇതിലൊരു ഫോർമുല കാണുമ്പോൾ നിങ്ങൾ ഒരു 20% എങ്ങനെ സേവിങ്സ് ലോൺ എടുക്കുക. സേവിങ്സിൽ ലോൺ എടുക്കരുത്. സേവിങ്സ് ലോൺ എടുക്കാം. തിരിച്ചങ്ങോട്ട് തന്നെ വെക്കാം. വാൺസ് കുറയ്ക്കുകയും ചെയ്യാം. ചിലപ്പോ വാൺസ് ഒക്കെ ചെലവാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അത്യാവശ്യം വരുന്നതെങ്കിൽ അപ്പൊ നമ്മൾ സേവിങ്സിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ എടുക്കും. പിറ്റത്തെ മാസത്തിലെ വാൺസ് പറ്റങ്ങ് കട്ട് ചെയ്യും, എന്നിട്ട് സേവിങ്സിലേക്ക് തിരിച്ചു ചേർക്കും. ഓക്കെ. ഇനി സാജിദ എന്തോ പറയുന്നു, പക്ഷെ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ. ഇനി ഒരു കാറ് വാങ്ങണം നമുക്ക്. കാർ എന്ന് പറയുന്നത് ഓക്കെ, നീഡ്സിന്റെ ആവശ്യം നീഡായിട്ട് വരുന്നതായിരിക്കും ചിലപ്പോൾ കാറ്. ചില സമയത്ത് അത് ആർഭാടമുള്ള ടൈപ്പിലും ആകാം. ഒരു 5, 6, 7 ലക്ഷത്തിന് ഒരു കാർ വാങ്ങാൻ പറ്റുന്ന ഒരാളുണ്ട് വിചാരിക്കാം. പറ്റുമ്പോട്ടോ ആ പറ്റുന്ന ആള് പോയിട്ട് ഒരു 30 ലക്ഷത്തിന്റെ കാർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ദൂർത്താണ്. 30 ലക്ഷത്തിന്റെ കാർ വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള ഒരാളുണ്ടാവും, അയാൾക്ക് അത് പോയിട്ട് വാങ്ങാം. നീഡായിരിക്കും. സോ കാറിന് വേണ്ടി നിങ്ങൾക്ക് എത്ര ചെലവഴിക്കാം എന്ന് ചോദിച്ചാൽ, യുവർ കാർ ലോൺ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഷുഡ് നോട്ട് എക്സീഡ് 10% ഓഫ് യുവർ ഫാമിലീസ് മന്ത്ലി ഇൻകം. അപ്പോ കാറ് വാങ്ങുന്ന സമയത്ത് കാറ് പലപ്പോഴും ആളുകൾ ലോൺ ആയിട്ടായിരിക്കും മേടിക്കുന്നത്. അപ്പൊ അയാൾ കാർ ലോൺ എത്ര വരെ വാങ്ങാമെന്ന് എങ്ങനെയാ തീരുമാനിക്കാം? അതൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ഇന്നോവയുടെ ലേറ്റസ്റ്റ് വണ്ടി എടുക്കണം. അപ്പൊ ഒരു 38 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് അത് മേടിക്കാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. അതിന് ഒരു 10 വർഷത്തേക്ക് ലോൺ എടുത്തു. 10 വർഷത്തേക്ക് ലോൺ എടുക്കുമ്പോൾ അയാൾ അപ്രോക്സിമേറ്റ്ലി ഒരു 50,000 രൂപ ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ട് മന്ത്ലി പേ ചെയ്യേണ്ടി വരും. അങ്ങനെ 50,000 രൂപ പേ ചെയ്യണമെങ്കിൽ ആ 50,000 രൂപ അയാളുടെ 10% ആയിരിക്കണം വരുമാനത്തിന്റെ, അയാളുടെ ഫാമിലിയുടെ മൊത്തം വരുമാനത്തിന്റെ. അപ്പൊ ഫാമിലിക്ക് മൊത്തം എത്ര രൂപ വരുമാനം ഉണ്ടാവണം? 1 ലക്ഷം. 1 ലക്ഷം വരുമാനമുള്ള ആൾക്ക് 50,000 രൂപ അടയ്ക്കേണ്ടി വന്നാൽ 50% ആയില്ലേ? 5 ലക്ഷം. 5 ലക്ഷം വേണം. 50,000 ഞാൻ 10,000. 10,000 അല്ല, 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിലാണ് നമുക്ക് 50,000 രൂപ മാസടവുള്ള ഒരു കാർ വാങ്ങാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിക്കല്ലട്ടാ, കുടുംബത്തിൽ 3-4 ആളോ വരുമാനമുള്ള ആളുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് കുടുംബത്തിലേക്ക് ഒരു വണ്ടിയെ വാങ്ങുന്നുള്ളൂ എങ്കിൽ, ഒരാൾക്ക് ഒരു വണ്ടിയാ മേടിക്കുന്നത് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഈ കാൽക്കുലേഷൻ നമുക്ക് ഇല്ലാന്ന് വിചാരിക്കാം. ഈ കാൽക്കുലേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പോയിട്ട് വലിയൊരു വണ്ടി വാങ്ങും, എന്നിട്ട് നമ്മളുടെ വരുമാനം കൂടുതലും ഈ ലോണിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചടക്കേണ്ടി വരും. ലോൺ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചെടുത്ത എമൗണ്ട് മാത്രമല്ലല്ലോ അടയ്ക്കുന്നത്, അതിൽ ഒരു വലിയ പെർസെന്റേജ് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ലോൺ എടുത്ത ആളുകളൊക്കെ അവസാനം പോയിട്ട് വീട് ജപ്തിയായി, വാഹനം ജപ്തിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വരുന്നത് കണ്ടിട്ടില്ലേ? ഈ ഒരു കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട്
ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ സൗകര്യമുള്ള സിസ്റ്റം ഉപയോഗിച്ച് വാങ്ങാം. പക്ഷെ അത് ലോണായിട്ടാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിന്റെ 10% കൂടുതൽ ലോൺ അടക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത്. ഓക്കെ. ദെൻ എത്ര നിങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കാം? ഗൾഫിലൊക്കെ പോയ ആളുകൾ അവരുടെ വരുമാനത്തിന്റെ ഏതാണ്ട് മുഴുവനും വീട്ടിൽ വലിയൊരു വീടുണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും അഥവാ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നേരത്തെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു ആ വീട് കൊണ്ട് അയാൾ ബുദ്ധിമുട്ടുകയും ചെയ്യും. സോ എത്ര ചെലവഴിക്കാം? 7 to 10 years of your annual income. അതാണ് വീടിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുക. ഒരാൾക്ക് ഒരു 30,000 രൂപ മാസത്തിൽ ശമ്പളമുണ്ട്, വരുമാനമുണ്ട്. എന്തെങ്കിലും ഒരു കുറ്റി ഒന്ന് കൊടുത്തേക്കണ്ട. ഇപ്പൊ ചിക്ക് വരുമ്പോ മേടിക്കാന് അല്ലെങ്കിൽ ഒരു മറുപടി തായും. ചിക്ക് വന്നു കഴിഞ്ഞാല് അവിടുന്ന് ഞാൻ ഗ്യാസ് കുറ്റി തന്നതൊന്നും പറയണ്ട കേട്ടാ. അത് അവര് നിറച്ചിട്ട് തരും. ഞാൻ വിചാരിച്ചു ഇവിടെ ഗ്യാസ് ഗ്യാസിലിടും വൃത്തിയായിട്ടാ ചരിത്രം വന്നിട്ടില്ല. രണ്ടാമതായിട്ട് നാളെ അവിടെ പൊടി അടിക്കാനൊക്കെ വരും. അപ്പൊ അത് അവിടെ ഗ്യാസ് കുറ്റി നിറഞ്ഞതുണ്ട് പറയും വരും. അപ്പൊ കൊടുത്തു കഴിഞ്ഞാല് തരാട്ടാ. കൗലത്ത് നിങ്ങളെ വീട്ടിൽ പറഞ്ഞതെല്ലാം നാട്ടുകാരൊക്കെ കേട്ടു കേട്ടോ. അങ്ങനെ വീട്ടില് സംസാരിക്കുമ്പോ അത് പിന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കും. ഓക്കെ. സോ ഒരാൾക്ക് 30,000 രൂപ മാസത്തിൽ ശമ്പളം ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു വർഷത്തിൽ എത്ര രൂപ ഉണ്ടാവും? 3,60,000 രൂപ ഉണ്ടാവും. അപ്പൊ അയാൾ ഒരു 10 വർഷം എത്ര ഉണ്ടാവും? 10 വർഷം എത്ര രൂപ ഉണ്ടാവും? 36 ലക്ഷം ഉണ്ടാവും. അതാണ് അയാൾക്ക് പരമാവധി വീടുണ്ടാക്കാവുന്ന എമൗണ്ട്. അദ്ദേഹത്തിന് വീടുണ്ടാക്കാവുന്നതിന്റെ പരമാവധി എമൗണ്ട് ആണ് അത്. ഇതിൽ കുറച്ചുണ്ടാക്കാനാണ് നോക്കേണ്ടത്, ഇതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഇതൊന്നും നോക്കിയല്ല നമ്മളാരും കാറ് വാങ്ങിയതും നമ്മളാരും വീട് വെച്ചതും കേട്ടോ. അത് വേറൊരു കാര്യം. അതുകൊണ്ടാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇപ്പോൾ മേലോട്ട് നോക്കേണ്ടി വന്നത്. മേലോട്ട് നോക്കേണ്ടി വന്നു. കറക്റ്റ്. ഇനി ഈ സേവിങ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റണം. സേവിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റിയിലിട്ട് വെക്കുന്നതോ ഭരണിയിലിട്ട് വെക്കുന്നതോ ഒക്കെയാണ്. ബാങ്കിൽ കൊണ്ടിടുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് എന്താ രണ്ടും കൂടെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത്? വളർച്ചയുണ്ട്. ഇൻവെസ്റ്റ്മെന്റിന് വളർച്ചയുണ്ട്, സേവിങ്സിന് എന്തില്ല? വളർച്ചയില്ല. അതവിടെ എന്താ എങ്ങനെ ഡിമിനിഷിംഗ് ഉണ്ടാവും ചെയ്യും. ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത് ഡിമിനിഷിംഗ് എന്ന് പറഞ്ഞത് മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം. നിങ്ങള് ഒരു പൊറോട്ട മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ 10 രൂപയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഭരണിയിൽ 10 രൂപ ഇട്ടു വെച്ചു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 365 ദിവസവും 10 രൂപ വീതം ഇട്ട് ആ ഭരണിയിലെ 365 10 രൂപകൾ ഉണ്ടാവുമ്പോ ഗ്യാസ് കുറ്റി നിറച്ച് തന്നോന്നും പറയണ്ട. മോൾക്ക് ഇവിടെ ഞങ്ങൾ നിറക്കുമ്പോ തിരിച്ചു തരാം. തൽക്കാലം ഒരു കുറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തൂടെ അവരെ? കൗലത്തിന് മ്യൂട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. അഡ്മിൻ ചെയ്ത് കൊടുക്കാലോ. ഷബീബ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കും. എന്തായാലും ഇപ്പൊ ഞങ്ങളൊക്കെ അറിഞ്ഞു. സമയം വീണ്ടും ആയിട്ടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് എനിക്ക് ഒരു 5 മിനിറ്റ് തന്നാൽ മതി. ഞാൻ അവസാനിപ്പിക്കാം. എന്നാ പിന്നെ വളരെ അത്യാവശ്യമുള്ള ആളുകള് പിന്നെ കുറച്ചുപേരും കൂടി എടുക്കാലോ.
അല്ല, ചില ആളുകൾ മെസ്സേജ് എനിക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ സമയം പോകുന്നു എന്നുള്ളത്. എനിവേ ഞാൻ ഒരു 5 മിനിറ്റ് സമയം പോകണ്ട. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ ദിവസവും 10 രൂപ വീതം നിങ്ങൾ ഈ ഒരു ഭരണിയിലിടും. 10 രൂപ എന്ന് പറയുന്നത് ഒരു പൊറോട്ടയുടെ വിലയാണ്. നിങ്ങൾക്ക് 10 രൂപ കൊണ്ട് മാർക്കറ്റിൽ പോയാൽ ഒരു ഹോട്ടലിൽ നിന്ന് 10 രൂപയ്ക്ക് ഒരു പൊറോട്ട കിട്ടും. എല്ലാ ദിവസവും ഓരോ 10 രൂപ ഇട്ടു. 365 ദിവസം ഒരു കൊല്ലത്തിലുള്ള 365 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ 365 10 രൂപ നോട്ടുകൾ അതിനകത്തുനിന്ന് കിട്ടും. അപ്പൊ എത്ര പൊറോട്ട ഇപ്പൊ അതിനകത്ത് കിട്ടണം? നിങ്ങളുടെ കയ്യിൽ 365 10 രൂപ നോട്ടുകളുണ്ട്. എത്ര പൊറോട്ട കിട്ടും? 365 പൊറോട്ട കിട്ടണം. പക്ഷെ ഇട്ട് തുടങ്ങിയ കാലത്ത് 10 രൂപയായിരുന്നു. ഇപ്പൊ നിങ്ങൾ അതുകൊണ്ട് മാർക്കറ്റിൽ ചെന്ന് നോക്കിയപ്പോ അവര് പറയുന്നു 12 രൂപയാണ് പൊറോട്ടയ്ക്ക്. അപ്പൊ ഇനി 365 കിട്ടില്ലല്ലോ. ഇല്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ 10 രൂപയുടെ വില കുറഞ്ഞു എന്നാണ്. പൊറോട്ടയ്ക്ക് വില കൂടി എന്നും പറയാൻ വേണമെങ്കിൽ അതിന്റെ മറ്റൊരർത്ഥം നിങ്ങളുടെ 10 രൂപയുടെ മൂല്യം കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഒരു 50,000 രൂപ ഇന്ന് എടുത്തു വെച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് കടം കൊടുത്തു. നോക്കൂ, എനിക്ക് അടുത്ത കൊല്ലം മോൾക്ക് ഒരു ആഭരണം മേടിക്കാനുള്ളതാണ്, ഈ 50,000 രൂപ നിങ്ങൾ എടുത്തു, എനിക്ക് അടുത്ത കൊല്ലം തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 50,000 രൂപ കൊടുത്തു. ഇന്ന് 50,000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വില. അതാണ് അദ്ദേഹം കൊടുത്തത്. ഒരു വർഷം കഴിഞ്ഞിട്ട് അയാളിൽ നിന്ന്, കൊടുത്ത ആളിൽ നിന്ന് 50,000 രൂപ തിരിച്ചു വാങ്ങി. തിരിച്ചു വാങ്ങിയിട്ട് ജ്വല്ലറി പോയി നോക്കുമ്പോൾ 50,000 രൂപയ്ക്ക് ഒരു പവൻ സ്വർണം കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് അതിന് 57,000 രൂപ ആയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പറയും സ്വർണത്തിന് വില കൂടിയെന്ന്. വേറൊരർത്ഥം നമ്മുടെ കയ്യിലുള്ള 50,000 രൂപയുടെ മൂല്യം കുറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഭരണിയിലിട്ട് വെച്ചാല്, ബാങ്കിലിട്ട് വെച്ചാല് ഒക്കെ തന്നെയും നമ്മളുടെ പണം മൂല്യം ശോഷണത്തിന് വിധേയമാവും. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ബുദ്ധിയല്ല. സേവിങ്സ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിയല്ല. പകരം എന്ത് വേണം? അതിനെ വളർച്ചയ്ക്ക് പറ്റുന്ന വിധം ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റണം. അപ്പോഴാണ് നേരത്തെ ആരോ ഇവിടെ നിന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, ഞങ്ങള് 10,000 500 1000 ഒക്കെ കിട്ടുന്നത് ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, പിന്നെ അതുകൊണ്ട് എന്താ കാര്യം, അതുകൊണ്ട് അതും കൂടെ എന്തിനെങ്കിലൊക്കെ ആയിട്ട് അങ്ങ് ചെലവഴിച്ചു പോകട്ടെ എന്ന് വിചാരിക്കുന്നു എന്ന് വരും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് വളരും, ഒന്ന് തളരും. ഇനി ഒരു വലിയ ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു റിസ്ക്കും കൂടെ ഉണ്ട്. ചിലപ്പോ ഇത് വളരുന്നതിന് പകരം അല്പം താന്നു വരാടും. ചില സന്ദർഭങ്ങളിൽ നഷ്ടം സംഭവിച്ചു എന്ന് വരാം. പക്ഷെ ആ റിസ്ക് എടുത്ത് നഷ്ടം വരാൻ സാധ്യതയില്ലാത്ത വിധം ആലോചിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ബുദ്ധിമുട്ട് വരാതിരിക്കും, ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാനും പറ്റും. അതിന് പറ്റാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ഉണ്ടാക്കി. അപ്പൊ പല സമൂഹവും അത് ഉപയോഗപ്പെടുത്തുമ്പോഴും ഇൻട്രസ്റ്റിനോട് താല്പര്യമില്ലാത്ത പല ആളുകളും അത് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആണ്, അതിന് പലിശയുമായി ബന്ധമുണ്ട് എന്ന് കരുതിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതിരുന്നു. അങ്ങനെ വന്നപ്പോ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും, മുസ്ലിം പണ്ഡിതന്മാരുടെയും മറ്റും നേതൃത്വത്തിലുള്ള സമിതി ഉണ്ടാക്കി ഇൻട്രസ്റ്റ് വിധേയമാകാത്ത വിധം എങ്ങനെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും എന്നുള്ള പഠനങ്ങൾ നടത്തിയിട്ട് ഒരു 2-3 സംവിധാനങ്ങൾ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നു. അതിൽ നമുക്ക് വിശ്വസിച്ച് കൃത്യതയോടുകൂടി ഏൽപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഫണ്ട് മാനേജ്മെന്റ് ചെയ്യുന്ന സ്ഥാപനമാണ് ടാറ്റയുടെ ടാറ്റ എത്തിക്കൽ ഫണ്ട്. ഇതിനെ ടാറ്റ ശരീഅ ഫണ്ട് എന്നുകൂടെ പറയും, ശരീഅത്ത് ഫണ്ട് എന്നുകൂടെ പറയും. ഈ ടാറ്റ ശരീഅത്ത് ഫണ്ടില് അല്ലെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ടില് നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ടോ 5 ലക്ഷമോ 10 ലക്ഷമോ 100 ലക്ഷമോ ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പൈസ ഉള്ള ആളുകൾക്ക്. ഇനി ഒരാളുടെ കയ്യിൽ മാസത്തിൽ 500 രൂപ ഉണ്ടാവുള്ളൂ എങ്കിൽ 500 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 500 രൂപയുടെ ഗുണിതങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാം. മിനിമം 500 രൂപയാണ്. 500 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 2000 2500 3000 ഇങ്ങനെ നിങ്ങൾക്ക് ആഴ്ചയിൽ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, എല്ലാ ദിവസവും വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, വർഷത്തിൽ വേണമെങ്കിൽ മാസത്തിൽ വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോ ഇനി ഞങ്ങളുടെ കയ്യിൽ 500 അല്ലേ 1000 അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല.
ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ മുമ്പിലുള്ള വലിയൊരു സാധ്യതയാണിത്. നിങ്ങളിത് കുറിയിൽ കൊണ്ടുപോയിട്ടാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡിമിനിഷിംഗ് ഉണ്ടാവും, ഇൻഫ്ലേഷൻ ഉണ്ടാവും. നിങ്ങൾ സേവിങ്സ് ബാങ്കിൽ കൊണ്ടുപോയിട്ടാലും അപ്പോഴും ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതേ സമയത്ത് നിങ്ങൾ ഈ ടാറ്റ എത്തിക്കൽ ഫണ്ട് പോലെയുള്ള ഫണ്ടുകളിൽ SIP ഇടുക എന്ന് പറയും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. എല്ലാ ആഴ്ചയെന്നോ എല്ലാ മാസമെന്നോ ഒരു നിശ്ചിത തുക നിങ്ങൾ അത് ഇടാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബാങ്കിൽ നിന്ന് എമൗണ്ട് പോയിക്കൊണ്ടിരിക്കും, നിശ്ചിതമായൊരു തുക. എന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ ചെയ്യാം. നാളെ വേണമെന്ന് തോന്നിയാൽ നാളെ എടുക്കാം, ഇന്ന് വേണമെന്ന് തോന്നിയാൽ ഇന്നും എടുക്കാം. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ആളുകൾ ഇതിന് ആക്സിസ് ബാങ്കില് ടാറ്റ എത്തിക്കൽ ഫണ്ടിലേക്ക് ആക്സസ് ഉണ്ടോ? ആക്സിസ് ബാങ്ക് ടാറ്റ എത്തിക്കൽ ഫണ്ട് അവർ നേരിട്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ടാറ്റ എത്തിക്കൽ ഫണ്ടിലേക്ക് ഫണ്ട് കൊടുക്കാൻ സാധിക്കും, ഓട്ടോമാറ്റിക്കലി മാസം കൊടുക്കാൻ സാധിക്കും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ കൂടെ തരാം. നിങ്ങൾ ആ നമ്പറിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താല് ഞാനൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന ഒരാളുടെ നമ്പറാണ്. നിങ്ങൾക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ ചോദിക്കാം, അദ്ദേഹം വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്തു തരും. ഓക്കെ, ഞാൻ സാറിനെ പേഴ്സണൽ കോൺടാക്ട് ചെയ്യണ്ടേ? ഇനി റിട്ടേൺസ് നോക്കൂ. നിങ്ങൾ ഇവിടെ നമുക്കിത് ഈ മ്യൂച്വൽ ഫണ്ടില് നേരിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഏജൻസി വേണോ? ഏജൻസി വേണമെന്നില്ല. നിങ്ങൾക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ ടാറ്റയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നേരിട്ടും ചെയ്യാം. യൂട്യൂബിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ഉണ്ട്. യൂട്യൂബിൽ കയറിയാൽ എല്ലാം കിട്ടും. ഈ ടാറ്റ ചെറിയ ഫണ്ട് ഇസ്ലാമികപരമായിട്ട് എങ്ങനെ? ശരിയ ഫണ്ടാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിക സ്കോളേഴ്സിനെ, പണ്ഡിതന്മാരെ കൂട്ടിയിരുത്തി അവരുടെ പഠനത്തെ തുടർന്ന് എവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി അവർ അനുവദിച്ചിരിക്കുന്ന ശരീരത്തനുസരിച്ച് ശരി എന്ന് പറഞ്ഞിരിക്കുന്ന ഫണ്ടാണിത്. ഇവരിത് എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരുമോ? അത് കിട്ടും, നമുക്ക് കിട്ടും. നമുക്ക് അതൊക്കെ നെറ്റിൽ നോക്കിയാൽ തന്നെ കിട്ടും. അപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങള് 14.12% ആദ്യത്തെ വർഷം, അങ്ങനെ അഞ്ചാമത്തെ വർഷത്തിൽ എത്തുമ്പോഴത്തേക്കും അത് 16% വരെയൊക്കെ ആയിട്ട് കയറി പോന്നിട്ടുണ്ട്. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തില് ഇവിടെ ഇത് തീരുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനും കൂടെ ഉണ്ടായിരിക്കും. അതേസമയം ഞാൻ ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾക്ക് ഒരു ഷെയർ ചെയ്ത് കാണിക്കുകയാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അത് നിങ്ങൾക്ക് ഇതിലേക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ജസ്റ്റ് ഞാനിപ്പം ഒന്നുകൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 മിനിറ്റ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? നോക്കൂ, ഇവിടെ നിങ്ങള് ഞാൻ ഈ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ കാണിക്കുകയാണ്. മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ അയാൾ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു വിചാരിക്കാം. ഒരു 16% ടാറ്റ എത്തിക്കൽ ഫണ്ടിന് കിട്ടുക. മറ്റ് ചില ഫണ്ടുകൾക്ക് പോകുമ്പം അത് 20ഉം 25ഉം ഒക്കെ ശതമാനം വരെയൊക്കെ കയറിപ്പോയാൽ 30ന്റെ മുകളിലോട്ടും പോയി ഫണ്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ പലിശയായിട്ട് ബന്ധം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. ടാറ്റ എത്തിക്കൽ ഫണ്ട് മാത്രമാണ് ഒരു ശരിയാ ഫണ്ട് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഫണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം അത് നിങ്ങൾ നോക്കിയാല്, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാല് നോക്കൂ, അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 10,000 രൂപ വെച്ചിട്ട് 10 വർഷം. ഇപ്പൊ എത്ര മാസമായിരിക്കും? ഒരു വർഷത്തിൽ 12 മാസം. അങ്ങനെ അയാൾ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. എത്ര മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും? 120 മാസം. അപ്പം 12 ലക്ഷം രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്യും 10 കൊല്ലത്തിന്റെ ഇടയിൽ. അത് വർദ്ധിച്ചിട്ട് 12% എന്നുള്ളത്
തിരിച്ചു കിട്ടുന്നത് 29,64,715 രൂപയായിരിക്കും. എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് അയാൾക്ക് 17,64,715 രൂപ ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. സാറേ ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആണോ? ഇത് ബിസിനസ് പ്രോഫിറ്റ് ആണ്, 100% ഇൻട്രസ്റ്റ് ഫ്രീ. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം പറയുന്നത്. ഇതല്ലാത്ത ഒരുപാട് സംഗതികളുണ്ട്, അത് ഞാൻ പറയാതിരിക്കുന്നത് ഞാനും അതിനോട് യോജിക്കുന്ന ആളല്ല എന്നുള്ളത് കൊണ്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. 500 രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന ഒരാളാന്ന് വിചാരിക്കുക. 500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, 10 കൊല്ലം തന്നെ ഇൻവെസ്റ്റ് ചെയ്തു, 16% ഒക്കെ വെച്ചിട്ട് പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ തൽക്കാലം കാണിക്കുന്നേ ഉള്ളൂ. ആ ആള് ഒരു 60,000 രൂപയായിരിക്കും 10 കൊല്ലം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ലഭിക്കുന്നത് 1,48,236 രൂപയായിരിക്കും. എക്സ്ക്യൂസ് മീ, അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എന്തായിട്ടായിരിക്കും അവർ ഉപയോഗിക്കുക? എങ്ങനെ? നമ്മളിപ്പോ 10,000 കൊടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ രൂപ കൊണ്ട് അവർ എന്ത് ചെയ്യാ? ഈ ടാറ്റ ശരീരത്ത് അവര് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ ടാറ്റ സ്റ്റീല് അതേപോലുള്ള കമ്പനികളൊക്കെയാണ് ടാറ്റയുടെ മാത്രമല്ല, അവര് വിപ്രോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫോസിസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനികളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ സാറ് പറഞ്ഞ മറ്റേ 30% ഒക്കെ കിട്ടുന്ന അവര് മദ്യ കമ്പനിയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് പറ്റുന്നതാണ് ബാങ്കും മദ്യ കമ്പനി അങ്ങനെയുള്ളതൊക്കെയാണ് ഈ കൂടുതൽ റേറ്റ് കിട്ടുന്നത്. ഇത് ഹലാലായ ഇൻവെസ്റ്റ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. എക്സ്ട്രാ വരുന്ന പൈസ നമുക്ക് എടുക്കാൻ പറ്റും, പലിശയായിട്ട് വരൂല. ഞാനിങ്ങനെ ക്യാപ്ഷൻ കൊടുത്തപ്പോഴേ ഈ വിഷയത്തിലെ വേറൊരു ക്ലാസ് സംഘടിപ്പിക്കാം. ഇത് ഇനി നമ്മൾ സമയം നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യമില്ല. ഓക്കെ, എന്നാൽ ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടെ പറയാൻ ഫോൺ നമ്പർ വേറൊരു ദിവസം ഇതിൽ വൺ ടൈം പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇയർലി ആയിട്ട് അതിന് ബെനിഫിറ്റ് അവർ തരുമോ? അത് അങ്ങനത്തെ സ്കീമും ഉണ്ട്, സെയിം സ്കീം. ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? ഈ ഗ്രൂപ്പിൽ ഞാൻ അത് പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഇട്ട് തരാം. നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരാളുടെ നമ്പറും തരാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ചേരാം കേട്ടോ. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്, വലിയ പ്രയാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എക്സിറ്റ് ആയിക്കോളൂ. ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് സമയത്ത് നമുക്ക് പ്ലാൻ ഉണ്ടാണ് നമ്മൾ എപ്പോഴത്തേക്കാ വീട് വെക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നമ്മൾ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു SIP സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ജോലി കിട്ടുന്ന സമയത്ത് ഉടനെ തന്നെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു 10-18 വർഷമാകുന്ന സമയത്ത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകേണ്ടതുണ്ടാവും. അതുവരെ വലിയ ചെലവില്ലാതെ പഠിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ആ സമയത്ത് വലിയ എമൗണ്ട് വേണ്ടി വരും. അപ്പൊ നിങ്ങൾ ബാങ്ക് ലോണിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 1000 രൂപയോ മറ്റോ എല്ലാ മാസവും അതേപോലെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ അതേപോലെ ചെയ്യാം. വാഹനം മേടിക്കേണ്ടത് എപ്പോഴാന്ന് തീരുമാനിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് 100% ബാങ്കുമായി ബന്ധപ്പെടാതെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിക്കൊണ്ട് നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആയി പ്രയാസങ്ങളില്ലാതെ പോകാൻ സാധിക്കും. എത്ര ചെറിയ വരുമാനമുള്ള ആളുകൾക്കും. ഇനി എത്ര ചെറിയ വരുമാനമുള്ള ആളുകൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്നുള്ള അനുഭവങ്ങളും വിഷയങ്ങളൊക്കെ വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പില് ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്ന ആളോട് ഗ്രൂപ്പിൽ ഫോൺ നമ്പറും കാര്യങ്ങളും ഇട്ട് തന്നേക്കാം, വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്തുനിന്ന് കിട്ടും. ഷബീർ, ഞാൻ ഓടിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. എക്സിറ്റ് ആവേണ്ട ആളുകൾക്ക് എക്സിറ്റ് ആവുകയും ചെയ്യാം. ഇന്നത്തെ ഈ പക്ഷെ സാറേ, നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാര് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ വിഷമങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. അവരോട് ഈ ഇതൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്കൊന്നും ആവില്ലല്ലോ. ഇത് ശരിക്കും ഒരു വിവാഹ കൗൺസിലിംഗ് ടൈമിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് ഉപകരിക്കും. ഇതൊന്നുമല്ല മാഡം, ഞാൻ ആത്മഹത്യക്ക് കയറും തൂക്കിയിരുന്ന ആളെ ഒക്കെ രണ്ടാമത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുടെ വിഷയങ്ങളിൽ. ഒന്നല്ല, പല കുടുംബങ്ങളും. സാറേ, എനിക്കൊരു സംശയമുണ്ട്. നമ്മള് ഇതേമാതിരി സാറ് പറഞ്ഞ മാതിരി തന്നെ നമ്മള് ഈ എക്സ്പെൻസസ് ഇതൊക്കെ എഴുതി വെക്കുന്ന ആളാണ്. ഇപ്പൊ മൊബൈലിൽ തന്നെ ഡേ ടു ഡേ ആപ്പ് യൂസ് ചെയ്തിട്ട് അതിൽ കാറ്റഗറി ബേസ് ചെയ്തിട്ട് തിരിച്ചിട്ട് തന്നെയാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അതില് ഞാനിപ്പോ നോക്കുമ്പോ എന്റെ നീഡ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ പെട്രോൾ ചെലവ് നമുക്ക് ഞാൻ സോഷ്യൽ വർക്കുകൾക്കൊക്കെ ഇറങ്ങുന്ന ആളാണ്.
അപ്പൊ പലപ്പോഴും നമ്മുടെ പെട്രോൾ ചാർജ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുകയാണ് അതായത് നമ്മുടെ പലചരക്കിന് ഗ്രോസറി ഐറ്റംസിന് 9% എന്റെ എക്സ്പെൻസസിൽ വരുന്നത്. പക്ഷെ 7% മുകളിൽ എനിക്ക് പെട്രോൾ ചെലവ് വരുന്നുണ്ട്. ഞാനത് അഡ്ജസ്റ്റ് ചെയ്തേക്കട്ടെ. അത് നമ്മള് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതാ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് വാൺസിന്റെ കൂട്ടത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ നീക്കി വെക്കണം. ഇത്ര എമൗണ്ട് പൊതുപ്രവർത്തനത്തിന് വെക്കുമെന്നുള്ളത്. ഇനി നിങ്ങളത് നീഡ്സ് ആയിട്ട് തന്നെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നീഡ്സിൽ ഇത്ര പൊതുപ്രവർത്തനത്തിനായിരിക്കും എന്ന് വരക്കണം. അതിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുകയും ചെയ്യണം. പിന്നെ അതിനെ തെറ്റിക്കരുത്. അപ്പൊ കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കേണ്ടി വരും. പ്രശ്നമില്ല. ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പ്രതിസന്ധിയിലാവും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി വേറെ ആളുകൾ വന്നിട്ട് പണിയെടുക്കേണ്ടി വരും. അത് ഒഴിവാകണമല്ലോ. നിങ്ങൾ ഫണ്ട് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഫണ്ട് ഉള്ള ഒരാളാണ് അവിടെ അലോക്കേഷൻ കൂട്ടാനൊക്കെ സാധിക്കുമെങ്കിൽ അല്ല, നിലവില് ഇപ്പൊ നമ്മുടെ വരുമാനത്തിന് എന്റെ ടോട്ടൽ എക്സ്പെൻസസിന്റെ നമ്മുടെ ഗ്രാഫ് എടുത്ത് നോക്കുമ്പോ ഞാൻ എനിക്ക് ഒരു ലോൺ ഉണ്ട്. അതില് ഞാൻ ഒരു കാർ വാങ്ങിയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു വെച്ചാൽ നമുക്ക് ഒരു പെർമനന്റ് ഇൻകം നിലവിലുള്ളതുകൊണ്ടിട്ട് ആ ഇൻകത്തിന് ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ അതിൽ 41% ആണ് ആ ഇൻകത്തിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ സെലക്ട് ചെയ്തത്. പക്ഷെ എന്റെ പക്ഷെ ഇതാണ് ബേസിക് നീഡ്സിൽ വരുന്ന ഫുഡ് സാധനങ്ങൾക്കൊക്കെ ചെലവാകുന്നത് 9.15% ആണ് എന്റെ എക്സ്പെൻസിന്റെ. പക്ഷെ ഈ പെട്രോള് നമ്മൾ എങ്ങനെ ചെയ്ത് നോക്കിയിട്ടും ഒരു ആവറേജ് 7.98 ആ ലെവലിലാണ് ഇപ്പൊ വരുന്നത്. നമുക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഒപ്പിച്ചു പോയാൽ പോരാ. അപ്പം പലപ്പോഴും പല സാമൂഹ്യ പ്രവർത്തകരും മരണമടയുന്ന സമയത്തെ ആ സാമൂഹ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് കളക്ഷൻ എടുത്ത് പിന്നെ അവരുടെ കുടുംബത്തെ പോറ്റാനൊക്കെ വേണ്ടി കളക്ഷൻ എടുക്കുന്നതൊക്കെ വളരെ പ്രയാസകരമായ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് സൈക്കിളും ബസ്സും ഒക്കെ ഉപയോഗിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ സമൂഹത്തിന് വേണ്ടി ഓടുമ്പോൾ തന്നെ അവരുടെ ഏരിയ അവർ പറ്റ മറന്നു പോകുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവരുടെ ഇപ്പം നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനൗൺസ്മെന്റ് തരില്ലേ പുറപ്പെടുന്നതിന് മുമ്പായിട്ട്, എപ്പോഴെങ്കിലും എയർ പ്രഷർ കുറയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ മാസ്ക് വരും. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് വെക്കണം, അതിന് ശേഷമാണ് മറ്റുള്ളവരുടെ മുഖത്ത് വെക്കാൻ സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് ആദ്യം മറ്റുള്ള സഹായിക്കാൻ പോയാൽ ചിലപ്പോൾ രണ്ടാളും പ്രയാസത്തിലേക്ക് പോകും. അപ്പം അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമായിരിക്കും. എന്റെ പ്രശ്നം അങ്ങനെ ഉണ്ട്, നിലവിലുണ്ട്. പക്ഷെ ഭൂരിഭാഗം പൊതുപ്രവർത്തകരുടെ വിഷയത്തില് ഈ കാര്യം എപ്പോഴും നമ്മൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പലരും അത് നേരിട്ട് പറയാറില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് അങ്ങനെയുള്ള പോകുന്ന ആളുകളെ മാത്രം വിളിച്ചിരുത്തിയിട്ട് ഒരു ക്ലാസ് ഒക്കെ കുറച്ച് നല്ലതെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. സാറേ ഇന്നത്തെ PPT ഷെയർ ചെയ്യോ? ഇന്നത്തെ PPT ഷബീബ് നിങ്ങള് പിന്നെ ഷെയർ ചെയ്യോ? എങ്ങനെയാ നിങ്ങൾ ഇന്നത്തെ റെക്കോർഡിങ്സ് കൊടുക്കില്ലേ? PPT നമ്മളെ ഗ്രൂപ്പില് ചെയ്യാം. സാറ് കാറിന്റെ അലോക്കേഷൻ പറഞ്ഞില്ല, അത് എത്ര പെർസെന്റേജ് പറഞ്ഞത്? കാറിന് 10%. മന്ത്ലി ഇങ്ങനത്തെ 10% അടവുണ്ടാവാൻ പാടുള്ളൂ. അടവ് സാറേ ഈ പെർമനന്റ് ഫിക്സ് ചെയ്ത ആൾക്കാർക്ക് നമ്മുടെ ഈ ഇങ്ങനെ ലോണൊക്കെ അറേഞ്ച് ചെയ്യുമ്പോ നമ്മുടെ മറ്റുള്ള ചെലവുകൾ കൂടാതെ നമുക്ക് അത് ഇച്ചിരി കൂട്ടി വെച്ചാലങ്ങനെ എന്നുവെച്ചാൽ നമ്മുടെ ആയുസിന്റെ ഇതും ഒരു ആവറേജ് നോക്കിയൊക്കെ ഒരു വെച്ചിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ആ അലോക്കേഷനിൽ കൂടുതൽ വെച്ചിട്ട് പ്രയാസം ഉണ്ടാകുന്നു. അല്ല, കൂടുതൽ വെച്ചുകൊണ്ട് നമ്മൾ ഫണ്ട് എടുക്കുമ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ 10% കണ്ടുകൊണ്ടുള്ള ഫണ്ട് എടുക്കുകയും അടക്കുമ്പോൾ നിങ്ങൾ 15% 20% ഒക്കെ വെച്ചിട്ട് അടച്ചാലും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, നേരത്തെ അടവ് തീരുന്നേ ഉള്ളൂ. അല്ല, പക്ഷെ EMI എടുക്കുമ്പോ നമ്മൾ നേരത്തെ പറയണല്ലോ ഇത്ര വർഷത്തിനില്ല. അപ്പൊ ഈ അടവ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടൈം ആയിട്ട് എടുക്കേണ്ടി വരും. 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ കുറയണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, അതായത് എനിക്ക് ഒരു 1 ലക്ഷം രൂപയാണ് വരുമാനമുള്ളതെന്ന് വിചാരിക്കുക. അപ്പോ ഞാൻ പരമാവധി എനിക്ക് കാറിന് അടവ് പോകുന്നത് 10,000 രൂപ മന്ത്ലി വെച്ചിട്ട് അടവ് പോയിട്ട് ഒരു 6 or 7 കൊല്ലം കൊണ്ട് തീരുന്നതേ ഞാൻ വാങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ
ഒരു 10,000 രൂപ വെച്ചിട്ട് 6-7 കൊല്ലം കൊണ്ട് തീരുന്ന രീതിയിൽ ഒരു കാർ മേടിച്ചു. അതൊരു 15 ലക്ഷം രൂപയുടെ കാറാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ 15 ലക്ഷം രൂപയുടെ കാറിന്റെ മുകളിലോട്ട് പോകാൻ പാടില്ല. അതാണ് എന്റെ വരുമാനത്തിന്റെ മാക്സിമം ലിമിറ്റ്. അതനുസരിച്ച് ഞാൻ 15 ലക്ഷം രൂപയുടെ കാറ് 10,000 രൂപ മന്ത്ലി അടവ് വരുന്ന രീതിയിൽ ആണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ വിചാരിച്ചു 15 ലക്ഷത്തിന്റെ മുകളിലോട്ട് പോണില്ല, പക്ഷെ ഞാൻ എന്റെ മറ്റ് ചെലവുകളൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇതൊരു 15,000 വെച്ചിട്ട് അടച്ചു തീർക്കുകയാണ് എന്ന് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ 15 ലക്ഷം എന്ന് പറയുന്നത് കൂടാൻ പാടില്ല. അടവ് കൂടാം, കുഴപ്പമില്ല. മൊത്തം ലാബിലിറ്റി എമൗണ്ട് ഉണ്ട്, ലോൺ എമൗണ്ട് നമ്മളുടെ വരുമാനവുമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ സാറേ, ഞാന് വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് എഴുതി പോകുന്ന ആളാണ്. പക്ഷെ എനിക്ക് ചെലവ് വരുന്നത് ഗസ്റ്റ് വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ വിചാരിക്കാത്തത്ര ചെലവ് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഉണ്ടാവും. അത് ഏതിലേക്ക് ഉൾക്കൊള്ളിക്കുക? ഗസ്റ്റ് വരുന്ന സമയത്തും നമ്മൾക്ക് നമ്മളുടെ വരുമാനത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യാവുന്ന ഒരു വിഷയങ്ങളെ ചെയ്യേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ളത് ചെയ്യരുത്. ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എന്തോ പ്രശ്നമായിരിക്കണമെന്ന് അവർ വിചാരിക്കുന്നുള്ളൊക്കെ ഒരു പേടിയായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അതെ അതെ അതെ, മാന്യമായിട്ട് സൽക്കരിച്ചില്ലെങ്കിൽ നമുക്കൊരു മോശമല്ല വെച്ചിട്ട്. മാന്യം എന്ന് പറയുന്നത് മോശമാവാത്ത രീതിയിൽ ചെയ്യാം. മാന്യം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കുന്നതും അല്ലല്ലോ. അല്ല, അവിടെ ഈ വിഷയം കിടക്കുന്നത് ഈ മോശം എന്ന വാക്കിലല്ല വിഷയം കിടക്കുന്നത്. വീടും വണ്ടിയും ചെലവും എക്സ്പെൻസ് ഒക്കെ വരുന്നതിൽ തന്നെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാവാനുള്ള പേടിയാണ്. ആ ഒരു പേടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതേസമയം ആ പേടി കൊണ്ട് അവസാനം നമ്മൾ പോയിട്ട് ആവുക അതന്നെ ആയിരിക്കും ചെയ്യും. നമ്മൾ പൂർണ്ണമായി മോശമാവും. കുറച്ച് കഴിഞ്ഞിട്ട് കൂടുതൽ മോശമാവും. അത്രേ ഉള്ളൂ. ഓക്കെ, ശ്രമിക്കാം. ഈ സിമ്പിൾ ആയിട്ട് നമ്മള് കണക്ക് എഴുതി വെക്കാനായിട്ട് ഈ ആപ്പ്, ഈ നമ്മുടെ മൊബൈലിലെ ആപ്പില് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് കണ്ടേക്കണത് ഡേ ടു ഡേ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും. അത് കാറ്റഗറി ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനും അതിന്റെ ഇതൊക്കെ കാണാനും പറ്റുന്ന രീതിയിലുണ്ട്. അത് ചൂസ് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ആപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, ഡേ ടു ഡേ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. വേറെയും ഉണ്ട് ഒരുപാടെണ്ണം. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനു വേണ്ടി. രണ്ട് കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു താങ്കളുടെ ക്ലാസ്. ഒന്ന്. രണ്ടാമത്തത്, സാമ്പത്തിക സൂക്ഷ്മത പൊതുവെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും സ്റ്റാറ്റസിന് വേണ്ടിയിട്ടും പൊങ്കച്ചത്തിന് വേണ്ടിയും ധാരാളം കാശ് ചെലവാക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ വന്നുപോയിട്ടുണ്ട്. പിന്നെ കടമെടുക്കുക എന്നുള്ളത് ഒരാൾക്കും ഒരു പ്രയാസമില്ല. എന്തിനും ഏതിനും കടമ എടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ബാധ്യതയായിട്ട് നമ്മുടെ ജീവിതം മാറിയിരിക്കുകയാണ്. അപ്പോ എത്ര ചെറിയൊരു വരുമാനം ആളാണെങ്കിലും താങ്കൾ പറഞ്ഞ പോലെ സേവിങ്സ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ സേവിങ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല. ജീവിതം അടിപൊളി പറയല്ലോ, അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ആ രീതിയിലേക്കുള്ള ചിന്താഗതി വന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വലിയ ബാധ്യതയും കടബാധ്യതയും ഈ പറയുന്ന പോലെ മനസ്സമാധാനമില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്. അതുകൊണ്ട് സൂക്ഷ്മതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു മാറ്റം വരുത്താൻ പറ്റും. താങ്കൾ പറഞ്ഞ എല്ലാ ഒരു സിസ്റ്റംസും വളരെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നല്ലൊരു ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുന്നുള്ള സംശയമില്ല. ഇതുപോലെ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് നടത്തുകയും ഇത് പറ്റിയുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച്. ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.